എൻ്റെ കയ്യിൽ കാശുണ്ട്, എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ സ്വഭാവം കണ്ടു തുടങ്ങും. അത് പുറത്തു വരും. കൂടെയുള്ളവരോട് നിസ്സാരത്തിൻ്റെ കണ്ണുകളോടെ നോക്കാൻ തുടങ്ങും. തൻ്റെ കൂടപ്പിറപ്പുകളോടൊന്ന് പുഞ്ചിരിക്കാൻ കഴിയാതെ വരും. തൻ്റെ സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയാതെ വരും. എന്ത്? എനിക്ക് ആരെ ആവശ്യമില്ലല്ലോ, എനിക്കിഷ്ടം പോലെ പണമുണ്ടല്ലോ, സ്വാധീനമുണ്ട്, അധികാരമുണ്ട്, നിയമപാലകരെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, എല്ലാം എൻ്റെ കയ്യിലാണ് എന്ന് തോന്നുന്ന മുഴുവൻ ആളുകളും ഈ പ്രപഞ്ചത്തിൽ അരാജകത്വം ചെയ്തു കൂട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ. സത്യമല്ലേ അത്? ഖുർആൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എത്ര കൃത്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യന് സമ്മാനമായി നൽകുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിജയം എന്നത് മനുഷ്യൻ സന്തോഷിച്ച് വിജയിക്കുക എന്നതാണ്. ഈ ലോകത്തെ വിജയം, നമ്മൾ സന്തോഷിക്കാനാണ് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് കാശ് കയ്യിൽ വന്നാൽ മാത്രമേ സന്തോഷിക്കുള്ളൂ എന്ന്. 16,000 ആളുകൾക്കിടയിൽ നടത്തിയ ഒരു സർവേ ഉണ്ട്. 16,000 മനുഷ്യന്മാർ, 16,000 പീപ്പിൾ. ഇംഗ്ലീഷുകാർ പിന്നെ അങ്ങനെ ഒരു പണിക്കിറങ്ങിയ പിന്നെ അതങ്ങ് അറ്റം വരെ പോകും. 16,000 മനുഷ്യന്മാരെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. എവിടെയാണ് നിങ്ങളുടെ സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ 35%, 35% ആളുകൾ പറഞ്ഞു വിജയം എന്ന് പറയുന്നത് സ്നേഹത്തിലാണ്. കൂടുതലുള്ള ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ സ്നേഹിക്കപ്പെടുന്നു. അത് കിട്ടിയാൽ, കാശില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കാൻ ആളുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് വിജയം എന്ന് 35% ആളുകൾ. ഈ 16,000-ലെ 35%. 28% പറഞ്ഞു സംതൃപ്തമായിട്ട് ജീവിക്കുക, അതന്നെ വിജയം എന്ന് പറഞ്ഞാൽ. റിള, കണ്ടന്റ്മെന്റ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയും. പുണ്യനബി തങ്ങൾ ഇതിനെപ്പറ്റി ഒരു ഹദീസുണ്ട്. ലൈസൽ ഗിനാ ബികഥറത്തിൽ അറദ്, സമ്പൽ സമൃദ്ധി, സമ്പാദ്യം, മുതലാളിയാവുക എന്നൊക്കെ പറഞ്ഞത് കുറേ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കുക എന്നതല്ല. ലൈസൽ ഗിനാ ബികഥറത്തിൽ അറദ്, സമ്പാദ്യം എന്ന് പറയുന്നത് കുറേ കാശുണ്ടാവലല്ല. എത്ര കാശുണ്ടായാലും ആർക്കെങ്കിലും അത് മതിയായിട്ടുണ്ടോ? 10 ഷോപ്പ് തുടങ്ങുന്നു, 11ാമത്തെ ഒരു ബ്രാഞ്ച് തുടങ്ങണം എന്നല്ലേ ആഗ്രഹിക്കുന്നത്. എനിക്ക് മതി, എനിക്കും മക്കൾക്കും ജീവിക്കാൻ ഇതന്നെ ധാരാളം. അല്ല, 100 ആകുമ്പോൾ ഒരു 101 വേണം, 1001 നമുക്ക് അമേരിക്കയിൽ തുടങ്ങണം. അങ്ങനെ ആലോചിക്കുക. മനുഷ്യൻ അങ്ങനെയാണ്, ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മനുഷ്യൻ അങ്ങനെയാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു ലൈസൽ ഗിനാ ബികഥറത്തിൽ അർള്, സമ്പാദ്യം ഒരുപാടുണ്ടാക്കി കൂട്ടുക എന്നതല്ല മനുഷ്യൻ മുതലാളിയാവുക എന്ന് പറയുന്നത്. ആരാണ് മുതലാളി എന്നറിയോ? വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ തോന്നണം എനിക്കല്ലാഹു നൽകിയതിൽ ഞാൻ സംതൃപ്തനാണ്. അത് തോന്നുന്ന ആളാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളി. കാരണം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് പോവർട്ടി? പോവർട്ടി ഈസ് വോൺസ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആവശ്യം എന്നാണ്. അവർക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട്, ഭക്ഷണത്തിന് ആവശ്യമുണ്ട്, വീടിൻ്റെ ആവശ്യമുണ്ട്, ചികിത്സക്ക് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ ആവശ്യങ്ങൾക്കാണ് ദാരിദ്ര്യം എന്ന് പറയുക. ഒരു മുതലാളിക്ക് തോന്നുക എനിക്ക് പൈസ മതിയായിട്ടില്ല, ഇനിയും ആവശ്യമുണ്ട്, ഇനിയും കാശ് വേണം, അപ്പം അയാൾ ദരിദ്രനാണെന്നാണ്. നേരെ മറിച്ച് കയ്യിൽ ഒന്ന് ജീവിച്ച് തട്ടിമുട്ടി പോകാനുള്ള വകയെ കയ്യിലുള്ളൂ. അൽഹംദുലില്ലാ, പടച്ചോനെ നീ കൂടുതൽ തന്നാൽ ഞാൻ സ്വീകരിക്കും റബ്ബേ, അതിന് കുഴപ്പമൊന്നുമില്ല. ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്നതിനർത്ഥം. സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം മഹാനവറുകൾ അസുഖമൊക്കെ മാറി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്വഹീഹായ ഹദീസാണ്, മഹാനവറുകൾ ഉർഖുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, അയ്യൂബ് നബിയെ ആ പരിശുദ്ധമായ വെള്ളത്തിലങ്ങ് കാലുകൊണ്ട് ചവിട്ടിക്കോളൂ. സ്ട്രൈക്ക് വിത്ത് യുവർ ഫീറ്റ്. നിങ്ങൾ ആ വെള്ളത്തിലും അവിടെ നിന്ന് ചവിട്ടിയാൽ നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളവും വശറാബ്, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഒരു മനോഹരമായ ഒരു കുളമുണ്ട് അയ്യൂബ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്. ഇന്നത്തെ ഒമാനിലെ സലാലയിൽ ചെന്നാൽ കാണാൻ കഴിയും. മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, അത് തണുത്തതാണ് എന്ന് പറഞ്ഞു. സലാലയിൽ പോയവരുണ്ടാ? നല്ല തണുപ്പുള്ള വെള്ളമാണത്. അതിൻ്റെ ചുറ്റും മലകളാണ്. ഞാൻ ആ കുളത്തിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരു 10 പ്രാവശ്യം ഒന്നും ആവില്ല. എപ്പോഴും ചിൽഡ് വാട്ടർ,
തണുത്തതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ബാരിദ്. എപ്പോഴും ഏത് ചൂട് കാലത്ത് പോയാലും ആ കുളത്തിൽ നീന്തി കുളിക്കാൻ പറ്റൂല, വെള്ളം കുടിക്കാൻ പറ്റും. അയ്യൂബ് നബിക്ക് അള്ളാഹു ഇട്ട് കൊടുത്ത അതിൻ്റെ പരിസരത്തൊന്നും വെള്ളം കാണില്ല. ഒരു 3 മലകളുടെ താഴ്വാരത്താണ്. അവിടെ ഇറങ്ങി വരാൻ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ കുറച്ച് വണ്ടിയൊക്കെ പോകുന്നുണ്ട് താഴേക്ക്. സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബി അലൈഹിസ്സലാം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ ജറാദുകൾ, ലോക്കസ്, നമ്മളെ വെട്ടുകിളികൾ എന്ന് പറയില്ലേ, നമ്മുടെ നാട്ടിലൊന്നും കാണാറില്ല സാധനം. നമ്മളെ പുൽച്ചാടിയെപ്പോലെ കാണുന്ന ഒരു കൊച്ചു പക്ഷികളിൽ ഏറ്റവും ചെറിയ പക്ഷി പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ പോലെയുള്ള സാധനം, സ്വർണത്തിൻ്റേത് ദേഹത്ത് ഇങ്ങനെ വീഴുന്നത് മഹാൻ കാണുകയാണ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ കുളിയൊക്കെ നിർത്തി അദ്ദേഹം ഇങ്ങനെ അത് പെറുക്കാൻ നടന്നു എന്ന്. അപ്പോൾ അസുഖം മാറാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ ഈ വെള്ളത്തിൽ കാലുകൊണ്ട് ചവിട്ടിയാൽ അവിടെ നിന്ന് വെള്ളം വരും, കുടിക്കുക, കുളിക്കുകയും ചെയ്ത്. അപ്പോൾ കുളിൻ്റെ ഇടയിലാണ് ഈ സ്വർണത്തിൻ്റെ ലോക്കസ്റ്റുകൾ ഇങ്ങനെ ദേഹത്ത് വന്ന് വീഴുന്നത്. കുളിയൊക്കെ നിർത്തിയിട്ട് മഹാനവറുകൾ ഇങ്ങനെ പെറുക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു ചോദിച്ചു, അലം ഉഗ്നിക അൻക യാ അയ്യൂബ്, അയ്യൂബ് നബിയെ, ഈ സ്വർണത്തിൻ്റെ ഇതൊക്കെ വാരിയെടുക്കേണ്ട വല്ല ആവശ്യങ്ങൾക്കുണ്ടോ? ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം തന്നിട്ടില്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ, നിൻ്റെ അനുഗ്രഹം ദേഹത്ത് വന്ന് വീഴുമ്പോൾ അത് വേണ്ടാന്ന് പറയാൻ മാത്രമൊന്നും അയ്യൂബായിട്ടില്ല പടച്ചോനെ, അതുകൊണ്ടാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അഹങ്കരിക്കാതിരുന്നാൽ മതി. നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മൾ പെട്ടെന്ന് അഹങ്കരിച്ചു പോകും. അത് പാടില്ല. സ്റ്റേ കാം, സ്റ്റേ ഹംബിൾ. എത്ര സമ്പാദ്യമുണ്ടെങ്കിലും നമ്മൾ പച്ചയായ മനുഷ്യരാ, ആരുടെ മണ്ണിലേക്ക് പോകാനിരിക്കുന്നവരാ. ആ ബോധത്തിൽ ജീവിച്ചാൽ മതിയല്ലോ. സമ്പാദ്യം എന്നത് കുറേ കിട്ടലല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. നമുക്കൊരു വീടുണ്ട്, ആ വീട് കണ്ട് സന്തോഷിക്കുക, കണ്ണ് ചിമ്മിട്ട് ആലോചിക്കുക, പടച്ചവനെ, ഇരിക്കാനൊരു കൂരയില്ലാത്ത എത്രയായിരം കോടിക്കണക്കിന് ആളുകൾ സഹാറ മരുഭൂമിയിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ നാട്ടിലില്ലേ, നമ്മുടെ അയൽപക്ക സംസ്ഥാനങ്ങളിലില്ലേ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലില്ലേ? അള്ളാഹു എനിക്കൊരു വീടുണ്ടല്ലോ. എന്നാലും ഇപ്പോൾ എൻ്റെ വീട് 2000 സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളൂ, മറ്റവൻ്റെത് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ് 8000 ഉണ്ടല്ലോ, 15,000 ഉണ്ട്. എന്തിനാ അത് ആലോചിക്കേണ്ട കാര്യം? നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷിച്ചാൽ നമ്മൾ മുതലാളിമാരാണ്. ദുന്യാവിൽ ഇപ്പോൾ യൂസുഫ് അലിഖാൻ്റെ വീടിൻ്റെ അത്ര എൻ്റെ വീടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു ഓരോരുത്തർക്ക് കൊടുത്തു. യുഅ്തീഹി മൻ യശാ. പടച്ചോൻ എന്ത് ചെയ്യും? ഇഷ്ടമുള്ളവർക്ക് ബിഗൈരി ഹിസാബ് ചിലപ്പോൾ അങ്ങ് വാരിക്കോരി കൊടുത്തെന്ന് വരും. എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണോ? അല്ല. എനിക്കുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലാണ് നിങ്ങൾ മുതലാളിയാണെന്നത് അള്ളാഹു വെച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ കയ്യിലെ പൈസയിലല്ല. ഖൽബിൽ തോന്നണം, എൻ്റെ ഭാര്യ, ലോകത്ത് കുറേ സുന്ദരിമാരുണ്ടായിരിക്കാം, എനിക്കെൻ്റെ ഭാര്യ ഏറ്റവും വലിയ സുന്ദരിയാണ്, അൽഹംദുലില്ലാ. എനിക്കെൻ്റെ മക്കള് എൻ്റെ കണ്ണിലുണ്ണിയാണ്. എൻ്റെ ജോബ്, എനിക്ക് ലുഖ്മത്തു ഐഷ്, എനിക്ക് ജീവിക്കാൻ വക നൽകുന്ന എൻ്റെ ജോബാണ്, അൽഹംദുലില്ലാ. നല്ല ജോബ്, കൂടുതൽ സാലറി ഉള്ളത് കിട്ടിയാൽ ഞാൻ പോകും. പക്ഷെ ഉള്ളത് ഞാൻ തൃപ്തനാണ്, സംതൃപ്തനാണ്. എൻ്റെ വീട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്. പലരും നാട് വിട്ടുപോയി അമേരിക്കയിലും കാനഡയിലുമൊക്കെ സെറ്റിലാവും. എന്തേ? നമ്മളെ നാട്ടിൽ സ്റ്റാൻഡേർഡില്ലേ എന്ന് പറഞ്ഞിട്ട്. സമ്പാദ്യവും പറമ്പും ആയിരക്കണക്കിന് ഏക്കർ റബ്ബർ തോട്ടമൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ നാട്ടുകാർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളില്ലേ? എന്ത് ജീവിക്കാൻ കൊള്ളൂല. അത് പിന്നെ നമുക്ക് സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് ജീവിക്കാം. എൻ്റെ നാടും എൻ്റെ ഗ്രാമവും എനിക്ക് സ്വർഗമാണ് എന്ന് വിചാരിച്ചാൽ ആ മനുഷ്യനോളം സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സന്തോഷം അല്ലാഹു നൽകിയതാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് കുറേ കിട്ടിയാലാ സന്തോഷിക്കാൻ. അല്ല, അതിനാണ് പ്രവാചകർ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്, മനുഷ്യന് സമാധാനം നൽകാൻ. അതുകൊണ്ട് പറഞ്ഞു, അൽ ഖനാഅതു കൻസുൻ ലാ തഫ്നാ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ്. തീർന്നു പോകാത്ത നിധിയാണ്. നിങ്ങൾ വാഹനം ഓടിക്കുന്നു, ഒരു സ്വിഫ്റ്റ് കാറാണ് ഉള്ളതിൽ, മാരുതി 800 ഒക്കെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ച്, അതൊക്കെ അന്നൊക്കെ കാറായാൽ മതിയായിരുന്നു അല്ലേ? കാറിലാ വന്നതെന്ന് പറയാം. ചൂടുക്കണ കാലത്താണെങ്കിൽ ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട്, അപ്പോൾ ചങ്ങാതി ആ ഗ്ലാസ് താത്തി കൂടെ കാറ്റ് വന്നൂടെ, ഈ ചൂടത്ത് എന്തിനാ ഗ്ലാസ് പൊക്കിയിട്ട് ടൗണിലൂടെ? ആൾക്കാർ വിചാരിച്ചോട്ടെ എ സി ഉണ്ടെന്നേ. എന്നിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ പൊങ്ങച്ച മനുഷ്യന് വന്നിരുന്നൊരു കാലുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചുമക്കൾ പോലും ഒരു വാഹനം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാങ്ങണമെന്നാണ് വാപ്പയോട് പറയാം. നമ്മളൊരു വാഹനം എങ്ങനെ തട്ടിയൊപ്പിച്ചു, നമ്മുടെ അയൽപക്കക്കാരനോ കുടുംബക്കാരനോ അതിലും മുന്തിയ വണ്ടിക്ക് വന്ന വാപ്പാൻ്റെ വണ്ടിയിൽ നിന്ന് ഈ മക്കൾ ആ വണ്ടിയിലേക്ക് ഓടും ഇല്ലേ? അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. എൻ്റെ വാഹനം എനിക്കത് ബുറാഖാണ്, എൻ്റെ വാഹനം
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹമാണ്, അത് മതി. പിന്നെ വലുതല്ല തരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. പക്ഷേ വലുത് കിട്ടുന്നത് വരെ ഞാൻ സന്തോഷിക്കില്ല എന്ന് പറയല്ലേ. ഇവിടെ തന്നെ ഈ നിമിഷം നീ സന്തോഷിക്കണം. ഇതുപോലും ഇല്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ആലോചിക്കണം. അതിനാണ് ഖനാഅ എന്ന് പറയാം. ഇനിയിപ്പോൾ ഈ സദസ്സിൽ മുതലാളിയല്ലാത്ത ആരാളുള്ളതും കൈപൊക്കിയട്ടെ. ഈ പറഞ്ഞ ആശയം മനസ്സിലായിട്ട് എനിക്കിപ്പോഴും തികഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ മുതലാളിമാരായി മാറി. സമയം 7:30 മണിക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഇത്ര നേരം കൊണ്ട് മുതലാളിമാരായി നമ്മൾ മാറിക്കഴിഞ്ഞു കേട്ടോ. ഇനി വെറുതെ ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിക്കണ്ട, ചിരിച്ചോളൂ. പുഞ്ചിരി എന്നത് സ്വതക്കയാണെന്ന് പറഞ്ഞ റസൂല നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു മറ്റേ പാർട്ടിക്കാരനാണ്, ഇവിടുത്തുകാരനാണ്, പിന്നെ അവൻ എനിക്കെതിരെ പറഞ്ഞ ആളാണ്. ഇത് എന്ത് ഹല്ലിവല്ലി. ലോകം വിശാലമാണ്, അതിനെ ഒരു നാരോ മൈൻഡിലൂടെ നോക്കാൻ പാടില്ലെന്നാണ്. മനുഷ്യരോട് പുഞ്ചിരിച്ചാൽ അവർക്ക് ദാനമുണ്ട്, പൈസ കൊടുത്ത പ്രതിഫലമാണ്. ഒരാളുടെ കയ്യിൽ കാശ് കൊടുത്താൽ മനുഷ്യന് സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെ സന്തോഷമാണ് നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ, സന്തോഷമാണ് നിങ്ങൾ അയാളിലേക്ക് കൈമാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹജീവികളോട് ചിരിക്കുന്നത് നിങ്ങൾക്ക് ദാനത്തിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ റസൂൽ നമ്മുടെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ലോക മനുഷ്യർക്ക് മാതൃകയാകുന്ന സമൂഹമാണെന്ന് പറയും. നമ്മൾ ആരൊക്കെ കല്ലെറിഞ്ഞാലും, കുറേ കല്ലേറൊക്കെ തടുക്കാൻ അനിൽ സാറൊക്കെ ഇടപെടാറുണ്ട്. സാർ പോയോ? ഞാൻ പറയാം, അനിൽസാറ് ഞാൻ കണ്ടപ്പോൾ അനിൽസാർ ഇത്ര ഹൈറ്റില്ല എന്ന് എനിക്ക് തോന്നി. അനിൽസാർ എന്നെ കണ്ടപ്പോൾ ഞാൻ വലിയ ഹൈറ്റുള്ള ആളാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അനിൽസാർ ഒരു ചിരി ചിരിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇതന്നെ അനിൽസാറാണ്. ആ ചിരിയാണ് ആ ട്രേഡ് മാർക്ക്. ഒരുപാട് സമൂഹത്തെ, ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന പല വിഷയങ്ങളും പല ജീർണതകളെയും അദ്ദേഹം തുറന്നടിച്ച് സംസാരിക്കാറുണ്ട്, ഡിഫെൻഡ് ചെയ്യാറുണ്ട്. എത്രയാണ് ഏറ് വരുന്നത്? ഏറുകൾ ഇങ്ങനെ കുറേ വന്നാൽ ഏത് അയൺ ഡോമിനും തടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഈ ഉമ്മത്തിനെതിരെ ധാരാളം ഏറ് വരുന്നുണ്ട്. കുറേയൊക്കെ ചില അയൺ ഡോമുകളൊക്കെ അൽസാറെ പോലെയുള്ള ഡോമുകളൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. എന്നാലും കുറേ നമ്മുടെ തലക്ക് വന്ന് വീഴുന്നുണ്ട്. വീണോട്ടെ, എന്നാലും നമ്മൾ സർവൈവ് ചെയ്യും. നമ്മൾ ഹബീബിൻ്റെ ചര്യയിൽ ജീവിക്കുകയാണ്. ഇപ്പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചാൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയും. നമ്മുടെ മനസ്സുകൊണ്ട് സന്തുഷ്ടരാണ്, നമ്മൾ ഹാപ്പിയാണ്. നമ്മൾക്ക് ഇവിടെയും സന്തോഷമാണ്, മരണത്തിന് ശേഷവും സന്തോഷമാണ്. ആ ഒരു ജീവിതമാണ് വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്തത്. അതുകൊണ്ട് 16,000 ആളുകളുടെ ആ ഒരു സർവേയിൽ 35% ആളുകൾ പറഞ്ഞു സന്തോഷം എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് സ്നേഹമാണ്. 28% പറഞ്ഞു വിജയം എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. 17% പറഞ്ഞു വിജയം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ടായാൽ അതന്നെ വിജയം, മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കുക. 7% പറഞ്ഞു വിജയം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിവാഹം കഴിച്ച് തനിക്ക് സങ്കടവും സന്തോഷവും പങ്കുവെക്കാൻ കൂടെ ഒരു ഭാര്യയുണ്ടെങ്കിൽ, തൻ്റെ കൂടെ ഒരു ഭർത്താവുണ്ടെങ്കിൽ അതാണ് വിജയമെന്ന് 7%. 5.5% 5.5% ആളുകൾ പറഞ്ഞു വിജയം എന്ന് പറയുന്നത് കാശ് തന്നെയാണ്, പൈസ വേണം എന്ന് പറഞ്ഞു. 4% ആളുകൾ പറഞ്ഞു ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമുക്ക് മക്കൾ ജനിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത് എന്ന് പറഞ്ഞത് 4% ആളുകൾ. ഈ സർവേ എന്ന് പറഞ്ഞതിൽ അതിൽ വേറൊരു സൈക്കോളജി ഉണ്ട്. ഈ സർവേ ആയിരിക്കും ഇനി 1 കോടി മനുഷ്യരിൽ നമ്മൾ നടത്തിയാലും അതിൻ്റെ റിസൾട്ട് ഒരുപോലെ ആയിരിക്കും. നമ്മൾ കാണാറില്ലേ ഇലക്ഷൻ്റെ തൊട്ട് ശേഷമൊക്കെ ചില പ്രവചനങ്ങൾ നടക്കുന്നത്, അതങ്ങനെ തന്നെയായി പുലരുകയും ചെയ്യുക സ്വാഭാവികമാണ്. അത് ഹ്യൂമൻ സൈക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് സുബ്ഹാനല്ലാഹ്. സന്തോഷമെന്നത് ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സന്തോഷമെന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ദാനത്തിലുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ കാണുന്ന കൊച്ചു പക്ഷികളുടെ ശബ്ദ, അവരുടെ ആ കളകൂജനത്തിലുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ കാണുന്ന മനുഷ്യരുടെ മുഖങ്ങളിൽ നമുക്ക് സന്തോഷമുണ്ട്. ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിൽ സന്തോഷമുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാരുണ്യത്തിൽ സന്തോഷമുണ്ട്. അള്ളാഹു ഇതൊക്കെ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ഇടമെന്ന് പറയുന്നത് ഖൽബാണ്, ഹൃദയമാണ്. എല്ലാ സന്തോഷവും കിടക്കുന്നത് ഖൽബിലാണ്, നമ്മുടെ ബാങ്ക് ബാലൻസിലല്ല, നമ്മുടെ വർക്ക് പ്ലേസിലല്ല, നമ്മുടെ കമ്പനിയിലല്ല, നമ്മുടെ ഫാക്ടറിയിലല്ല, നമ്മുടെ വീട്ടിലുമല്ല. ഇതൊക്കെ കിടക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ഇത് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു, അലാ ബിവേ, അറിയണം അറിയണം,
ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറയുമ്പോഴാ പുണ്യനിബിതങ്ങൾ അലാ എന്ന വാക്ക് പറയാ. അറിയണേ, ഇന്ന ഫിൽ ജസദി മുദ്ഗ, there is a morsel of flesh in the human body. മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഒരു മാംസകഷ്ണം, ബോണല്ല, മാംസകഷ്ണം, ഒരു മസിൽ കൊണ്ടുണ്ടാക്കിയ ഒരു അവയവം. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു. If that is sounds, the entire body is sounds. നിങ്ങളുടെ ആ അവയവം ആരോഗ്യമുള്ളതാണെങ്കിൽ, നല്ലതാണെങ്കിൽ, നിങ്ങളുടെ ശരീരം മുഴുവനും നല്ലതാണ്. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. ആ ഒരവയവം കേടുവന്നാൽ നിങ്ങളുടെ ശരീരം മുഴുവനും കേടുവരും. അലാ, വീണ്ടും പറഞ്ഞു അലാ, അറിയണേ, വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയമാണ്. അത് നന്നാവാതെ മേക്കപ്പെട്ടിട്ട് കാര്യമില്ല പെങ്ങളെ. അത് ശരിയാവാതെ നമ്മൾ നൈക്കിൻ്റെ പാൻറ്റിട്ട് നടന്നിട്ടൊന്നും കാര്യമുണ്ടോ? നമ്മൾ ബ്രാൻഡ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ വലിയ ഫോണും വലിയ എക്സ്പെൻസീവ് കാറിൻ്റെ കീയും കയ്യിൽ പിടിച്ചു നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഹൃദയം നന്നാവാതിരുന്നാൽ ഖൽബാണ് വിഷയം, ഹൃദയമാണ് താരം എന്ന് പറയാൻ പറ്റും. ഖൽബാണ് താരം, അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്? ഇത് നന്നാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ചാരിറ്റിക്കോ നമ്മുടെ ഈ ട്രസ്റ്റിനോ 5 പൈസ നിങ്ങളോട് ഫീസ് വാങ്ങിയിട്ടല്ല ഈ പരിപാടി നടക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കാൻ ഒരു ചെലവ്, ഒരു റെസീറ്റ് ഇവിടുന്ന് തരൂല. നിങ്ങളായിട്ട് തീരുമാനിക്കുന്നു. ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ഹൃദയം ഞാൻ ശുദ്ധിയാക്കിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ സദസ്സ് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. ഞാൻ എന്നെ തന്നെ മാറ്റുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിക് സൈക്കോളജിയിലൂടെ നമ്മൾ കടന്നുപോയി. എനിക്കൊരു 30 ടോപ്പിക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒരു പക്ഷേ അതിന് ഒരു 3-3.5 മണിക്കൂറെങ്കിലും ആവശ്യമായിട്ട് വരും. പക്ഷേ ഞാനതിന് ചെറിയ ചങ്ക്സ്, കുറച്ച് ക്യാപ്സ്യൂളുകളായിട്ട് മാത്രം അതിനെ ഞാൻ ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഒന്ന്, വിജയമെന്ന് പറയുന്നത് ആരാധനയിലൂടെയാണ്, ഇബാദത്ത്. നമ്മളെ ഒന്ന് ഒറ്റക്കിരുത്തി നമ്മളും പടച്ചവനും തമ്മിൽ മാത്രം ഹൃദയത്തെ ബന്ധിപ്പിച്ച്, നമ്മുടെ ഫോണുകൾ ഓഫ്, റിങ് ചെയ്യുന്നില്ല, ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് നമ്മൾ പടച്ചവന് വേണ്ടി റിസർവ് ചെയ്യുന്ന സമയമാണ്. അതാണ് 5 വക്ത നിസ്കാരം. അത് കമ്പൽസറി അപ്പോയിൻമെൻറ്റുകളാണ്. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ അപ്പോയിൻമെൻറ്റുകൾ വേറെ എടുക്കാം, സുന്നത്ത് നിസ്കാരം. പക്ഷേ കമ്പൽസറി അപ്പോയിൻമെൻറ്റ്, അള്ളാഹു പറയുന്നു, ഈ നിമിഷം യു ഷുഡ് ബി ഇൻ മൈ ഓഫീസ്. ഇതാണ് പഞ്ചിങ് ടൈം, ഇതാണ് നിങ്ങൾ ചെക്കൗട്ട് ടൈമിങ്. ഈ സമയത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ നീ വന്നിരിക്കണം. അതാണ് 5 വക്ത നിസ്കാരം എന്ന് പറയുന്നത്. ആ ആരാധനയെങ്ങാനും പടച്ചവൻ വേണ്ടവർ ചെയ്താൽ മതി, ഒരു സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരൊറ്റ കുട്ടി ഫർദ് നിസ്കരിക്കൂല എന്നാ. നിർബന്ധിച്ചപ്പോൾ നമ്മൾ കയറിയിറങ്ങുന്നുണ്ട്, നാട്ടുകാരെ പേടിച്ചിട്ടെങ്കിലും. മരിച്ചാലെങ്കിലും വിളിച്ചു പറയില്ലേ, നിസ്കരിക്കാത്ത പയ്യനായിരുന്നു, അതുകൊണ്ട് പേടിച്ചിട്ട് എന്ത് ചെയ്യും? കമ്പൽസറിയാണ്. പടച്ചവൻ നിർബന്ധമായും എൻ്റെ മുമ്പിലേക്ക് നീ വരണം. മഹാന്മാർ പറയാം, അതെങ്ങാനും ഓപ്ഷനാക്കിയിരുന്നെങ്കിൽ എല്ലാവരും ആ ഓപ്ഷൻ എടുത്ത് പോയേനെ. അതങ്ങനെയല്ലേ ഉള്ളൂ, വേണ്ട, നിർബന്ധമല്ലല്ലോ, പോട്ടെ എന്ന് പറയും. അല്ല, നിർബന്ധമാണ്. وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه. അള്ളാഹു പറയാൻ, ഇത് ഖുർആനല്ല, ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്, അള്ളാഹുവിൻ്റെ വചനം. പക്ഷെ ഹദീസായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്, وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه. അള്ളാഹു പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എൻ്റെ അടിമ, എൻ്റെ ദാസൻ, ഞാൻ പടച്ച മനുഷ്യർ എനിക്ക് ചെയ്തു തരുന്ന ആരാധനകളിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെടുന്നത് ഞാൻ അവരോട് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അവർ ചെയ്യുമ്പോഴാണ്. 5 വക്ത നിസ്കാരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കാര്യമായിട്ടൊരു സ്ഥലത്ത് വരണം എന്ന് ഒരാളോട് പറഞ്ഞു, മസ്റ്റാണ്, എക്സ്ക്യൂസ് പറയരുത്, വന്നിരിക്കണം. ആ മനുഷ്യൻ അന്ന് വന്നില്ല, പിറ്റേ ദിവസവും വന്നു, അതിൻ്റെ പിറ്റേന്നും വന്നു, അതിൻ്റെ പിറ്റേന്നും വന്നു, 3 ദിവസം കോൺസിക്യൂട്ടീവായിട്ട് വന്നു അയാൾ. പക്ഷെ നിങ്ങൾ പറഞ്ഞ അന്ന് ഇയാൾ വന്നിട്ടില്ല. അപ്പോൾ 3 പ്രാവശ്യം വന്ന ആ ഓപ്ഷൻ വേണമെങ്കിൽ വന്നാൽ മതിയായിരുന്നു. അത് ഈ ദിവസം വരൽ നിർബന്ധം, അന്ന് വന്നില്ല, ബാക്കി കുറേ വന്നു. നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന ഏതാ? എന്ന് വരലായിരുന്നു? ആ പറഞ്ഞ അന്ന് വരലല്ലേ? ഫർളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായത്. ഫർള് ചെയ്യാതെ കുറേ ചിലരുണ്ട്,
കടം വാങ്ങിയിട്ട് മുങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും മനുഷ്യനോട് കടം, അല്ലാഹു തആല മനുഷ്യരെ സഹായിക്കാൻ പറഞ്ഞു. പക്ഷെ അത് ചില ആളുകൾ മുതലെടുത്തപ്പോൾ മനുഷ്യന്മാരെ സഹായിക്കേണ്ടായി. ഹലാല് കൊണ്ട് മനുഷ്യനെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. മനുഷ്യൻ സഹായിച്ചാൽ കടം വാങ്ങിച്ചു, പിന്നെ ഫ്ലക്ച്വേഷൻ വരും, വാല്യൂ വ്യത്യാസം വരും. അതൊന്നും മനുഷ്യർ കണക്ക് പറഞ്ഞ് പലിശ വാങ്ങരുത്. അത് മനുഷ്യന് വേണ്ടി ക്ഷമിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം പലിശ വേണ്ടെന്ന് പറഞ്ഞ്. പലിശ എന്ന് പറയുന്നത് പൈസയെ പെരുപ്പിക്കലാണ്. പലിശ എന്ന് പറഞ്ഞാൽ 1000 ഈ 1100 ആക്കുക. എങ്ങനെ? ആ പൈസ അത്രേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ പെരുപ്പിക്കല്? മനുഷ്യൻ അധ്വാനിക്കണം, ക്രിയേറ്റിവിറ്റി വേണം. അതുകൊണ്ട് പലിശ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞു. മനുഷ്യനെ സഹായിക്കണം. മനുഷ്യൻ കടം വാങ്ങിയിട്ടത് തിരിച്ചു കൊടുക്കാതെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ആളുകൾ കടം കൊടുക്കാതെയായി. കടം വാങ്ങിക്കുന്ന ആളുകൾക്ക് പണ്ട് പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ പേടിക്കുന്നത് കടം കൊടുത്ത ആൾക്കാരാണ്. കാരണം വാങ്ങിച്ചവനോടെങ്ങാനും സമയമായില്ലടോ, 2 കൊല്ലമായില്ലേ, ഒരു മാസത്തിന് വാങ്ങിച്ച് 2 കൊല്ലമായില്ലേ എന്ന് ചോദിച്ചു പോയാൽ 2 വർഷം മുമ്പ് തന്നെ സഹായിച്ച ആ മനുഷ്യനെ പിന്നെ ശത്രുവായിട്ടാണ് കാണുക. ആരെ? സഹായിച്ച മനുഷ്യനെ. അതൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടിയല്ലേ. അതുകൊണ്ട് ആളുകൾ ആ പരിപാടി നിർത്തി. അതുകൊണ്ട് മനുഷ്യന് ഹറാമിനെ, പലിശയെ ആശ്രയിക്കുകയേ പിന്നെ വഴിയുള്ളൂ. എന്തേ? ഹലാലിൻ്റെ വഴിയെ നമ്മളങ്ങ് മൂടിവെച്ചു. ഞാൻ പറയുന്നത്, കടം തിരിച്ചു കൊടുക്കാനുണ്ടായിരിക്കെ ആ കടം തിരിച്ചു കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്താ ഇഷ്ടപ്പെടുന്നത്? എടോ, നിൻ്റെ ഗിഫ്റ്റൊന്നും വേണ്ടില്ലായിരുന്നു, ആ കൊടുത്ത് വാങ്ങിച്ചു പോയ 1000 രൂപ അതങ്ങ് തന്നാൽ പോരെ. അതുകൊണ്ടാണ് നിസ്കാരം ഖളാ ആയിപ്പോയ ആളുകൾ സുന്നത്ത് നിസ്കരിക്കുന്നത് അവർക്ക് ഹറാമായിരിക്കും എന്ന് പറയുന്നത്. അതിനർത്ഥം മനസ്സിലാക്കാണ്ട് പോവല്ലേ. ആ പറഞ്ഞതിനർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിന് നിർബന്ധമായി കൊടുക്കാനുള്ള ളുഹറും അശറും മഗ്രിബും ഇശാവും പ്രായപൂർത്തിയായ ഇടം മുതൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ഫർള്, അത് ഖളാ ഉള്ള ആള് ഒരു സുന്നത്ത് നിസ്കരിക്കാൻ ആൾക്ക് സമയമുണ്ടോ? ആ സുന്നത്തിനെ ഫർളായിട്ട് ഖളാ വീട്ടുക. 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്, എന്നാൽ എൻ്റെ കഴിഞ്ഞു പോയ ജീവിതത്തിലെ ഒരു സുബഹി ഞാൻ ഖളാ വീട്ടുന്നു. അല്ലാഹു അക്ബർ. ഇത് ഖളാ വീട്ടലാണ് ആവശ്യം, എന്തല്ല സുന്നത്ത് നിസ്കരിക്കലല്ല. ഇപ്പോൾ തറാവീഹ് നിസ്കരിക്കാൻ ഇമാമിൻ്റെ കൂടെ തറാവീഹ് നിസ്കരിക്കുന്നു, 20 റക്അത്ത് നിസ്കരിക്കുന്നു. 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മിനിമം 10 സുബഹി ഖളാ വീട്ടാം. ആൾ നിസ്കരിക്കേണ്ടത് സുബഹി ഖളാ വീട്ടലാണ്, സുന്നത്തല്ല. എന്ന് വിചാരിച്ച് എനിക്ക് നിസ്കാരം ഖളാ ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് സുന്നത്ത് ഹറാമാണ്, ഞാൻ വിട്ടു പോവാണ്. അങ്ങനെയല്ല ഇതിനർത്ഥം. നിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ, ആരോഗ്യമുണ്ടോ, നിസ്കരിക്കാൻ സൗകര്യം തോന്നുന്നുണ്ടോ, ഫർള് ഖളാ വിട്ട്, സുന്നത്തല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ബാധ്യത അവിടെ ബാക്കി വെച്ചിട്ട് നമ്മൾ ബാധ്യതയില്ലാത്തതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനിഷ്ടം ബാധ്യതകൾ നിറവേറ്റലാണ്. നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അത് ഖളാ വീട്ടലാണ് വേണ്ടത്. നോമ്പ് ഖളാ വിട്ടാതെ സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴൊക്കെ നോക്കുന്നുണ്ട്. ഒരു നിയ്യത്തങ്ങ് വെച്ചാൽ മതി, എൻ്റെ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടത് ഞാൻ അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുകയാണ്. അത് ചെയ്യണം. നിർബന്ധമായതാണ് സുന്നത്തിനേക്കാൾ അള്ളാഹുവിനിഷ്ടം. ക്ലിയർ ആയല്ലോ? ചിലരെന്ത് മനസ്സിലാക്കുന്നറിയോ? നിസ്കാരം ഖളാ വീട്ടാനുണ്ട്, എനിക്കിനി സുന്നത്ത് പാടില്ല, എനിക്ക് ഹറാമാ, ഞാൻ പോവാണ്. നീ പോവല്ല, അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് ഖളാ വീട്ടിക്കോ, സുബഹി ഖളാ വീട്ടിക്കോ. 4 റക്അത്ത് നിസ്കരിക്കാൻ സൗകര്യം ളുഹർ ഖളാ വീട്ട്. ഓരോ ളുഹറിൻ്റെ കൂടെയും ഒരു ളുഹർ, അസറിൻ്റെ കൂടെ ഒരു അസർ. ചിലർ പറയും കഴിഞ്ഞില്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതൊന്നും ഒക്കെ വെറുതെ പറയാ. ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചെയ്യേണ്ട ഈ പണി ചെയ്യാതെ 4 ദിവസം കഴിഞ്ഞു പോയി, ആ കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ വിടുമോ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഒഴിവാക്കി വിട്ടു. എന്നിട്ട് പിന്നെ പറയാം, ആരോ പറഞ്ഞു പിന്നെ ഖളാ കൂട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകണ്ടേ, കുടുങ്ങിപ്പോകും, പാലത്തുമ്പോൾ കുടുങ്ങിപ്പോകും. ഒരു ബ്രിഡ്ജ് കിടക്കാനുള്ള ആളുകളാണ് നമ്മൾ. സിറാത്ത്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് മനുഷ്യൻ ഇബാദത്ത് ചെയ്യണം, ആരാധന ചെയ്യണം. അതുകൊണ്ടാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, മനസ്സിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ ഹബീബ് കടന്നു പോകുമ്പോൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. പ്രവാചകരെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ, ഡിപ്രഷൻ അനുഭവിക്കുകയാണെങ്കിൽ, ഡിപ്രഷൻ തങ്ങൾക്കില്ല കേട്ടോ, വളരെ പ്രയാസമുള്ള ഒരു മാനസിക സംഘർഷമുള്ള ഒരു അനുഭവം ഹബീബിനുണ്ടായാൽ
ഗുളിക കുടിക്കുകയാണോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഡോക്ടറെ പോയി കാണിക്കണോ? ആദ്യം ചെയ്യേണ്ട മരുന്ന് ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. ടെൻഷൻ അടിക്കുന്നൊരു വിഷയം വന്നു. നമ്മളൊക്കെ പബ്ലിക്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അനുസാറൊക്കെ നമുക്കൊരുപാട് ഏറ് വരും. ഏറെന്ന് പറഞ്ഞാൽ ചെരുപ്പുണ്ടായിരിക്കും ചിലപ്പോൾ എറിയുക, അതൊക്കെ കൊള്ളേണ്ടി വരുന്നതാണ്. നമ്മൾ പൊതുരംഗത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ലെവൽ വെച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും ലോകത്ത്, അല്ലേ? വലിയ മുതലാളിമാർക്ക് വലിയ മില്യൺ കണക്കിന് കടത്തിൻ്റെ കഥയിലേക്ക് പറയേണ്ട, എനിക്ക് 5000 കൊടുക്കാണ്ടെന്ന്, അല്ലെങ്കിൽ 5 ലക്ഷം കടമുണ്ടെന്ന് പറയും. ഓരോരുത്തർക്കും അവനവൻ്റെ തോതനുസരിച്ച് ടെൻഷനും സന്തോഷമൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ഭാരമേകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മളറിയണം, പുണ്യ റസൂൽ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. ഫസിഅ ഇലസ്സലാഹ്. വേഗം പോയി വുളു എടുക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, സുഗന്ധം പൂശിയിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ കഴിയുന്നത്ര സുന്നത്ത് നിസ്കാരങ്ങൾ 2 റക്അത്തുകളായി ഹബീബ് നിസ്കരിക്കുമായിരുന്നു. ആ നിസ്കാരം സലാം വീട്ടുന്നതോടുകൂടെ മനസ്സിനെ കീറി മുറിച്ചിരുന്ന ആ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഹബീബിന് ലഘൂകരിക്കപ്പെടുന്നത് കാണാമായിരുന്നു. നമുക്കുമുള്ള മരുന്നാണിത്. നമ്മളെപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ. വേഗം പോയി വല്ല സ്ലീപ്പിംഗ് പില്ലും കഴിക്കാണ്ട് 2 റക്അത്ത് നിസ്കരിച്ച് നോക്കി, നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന മക്കളാണ്. പ്രത്യേകിച്ച് മെഡിസിനൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഭയങ്കര ടെൻഷനാണ്. അവരുടെ ഇൻറ്റേർണൽ മാർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ടീച്ചർമാർ ചിലരങ്ങ് പിടിച്ചു വെക്കും, ചിലർ കൊടുക്കൂല, ചില പകരം വീട്ടും. ഭയങ്കര ടെൻഷനായിരിക്കും. കുറേ പഠിക്കാനുണ്ടാവും, കുറേ പ്രഷറുണ്ടാവും വീട്ടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്. അതൊക്കെ ലഘൂകരിക്കാൻ 2 റക്അത്ത് നിസ്കാരം കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മുഅദ്ദിനായ ഹബീബാ നബിക്ക് വേണ്ടി വാങ്ക് വിളിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട്, വാങ്ക് വിളിക്കൂ ബിലാലേ, ഇഖാമത്ത് വിളിക്കൂ ബിലാലേ എന്ന് പറയേണ്ട വാക്കുകൾക്ക് പകരം പുണ്യനബി പറയാറുണ്ടായിരുന്നത് അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലേ, ആ ഇഖാമത്ത് കൊടുത്തുകൊണ്ട്, ആ നിസ്കാരം സ്ഥാപിച്ചുകൊണ്ട് മനസ്സിന് സന്തോഷം തരൂ ബിലാലേ, നിസ്കാരം കൊണ്ട് മനസ്സിന് സമാധാനം തരൂ ബിലാലേ. അങ്ങനെ പറഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അരിഹ്ന ബിഹാ, അരിഹ്ന റാഹത്ത് എന്ന് പറയില്ലേ, അതിൽ നിന്നാണ് അരിഹ്നി, അരിഹ്ന ബിഹാ യാ ബിലാൽ, ബിലാലേ നിസ്കാരം കൊണ്ട് സന്തോഷം തരണേ. വാങ്ക് വിളിക്കും ബിലാലേ, ഇഖാമത്ത് കൊടുത്തോളൂ. നമ്മളാ നിസ്കരിക്കുന്നത് നമ്മുടെ ഒരു മനസ്സിന് നൽകുന്ന ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിസ്കാരം എൻ്റെ മനസ്സിന് ഞാൻ നൽകുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. അതൊരു ചികിത്സയാണ്. സമാധാനം അവിടെ കിട്ടും. മനുഷ്യൻ്റെ സമാധാനത്തിൻ്റെ വിജയത്തിൻ്റെ ആണിക്കല്ലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് മഹാന്മാർ പറയാറുള്ളത്, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, റമദാൻ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ, നിസ്കാരത്തിൻ്റെ നേരമായി എന്ന് കേൾക്കുമ്പോൾ, വാങ്കുലി ശബ്ദം കേൾക്കുമ്പോൾ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള സമയമായി എന്ന് അറിയുമ്പോൾ സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു ആനന്ദത്തിൻ്റെ ആന്തോളനമുണ്ടത്രേ. ആനന്ദത്തിൻ്റെ ചില തിരകൾ ഇങ്ങനെ മനസ്സിലടിച്ചു വീശുന്നു. വിശന്ന മനുഷ്യൻ്റെ മുമ്പിൽ അവിടെ ഭക്ഷണം റെഡിയായിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ ഖബിൽത്തു മിൻകാന്നൊക്കെ പറഞ്ഞ് ഉസ്താദിൻ്റെ ദുആ തീരും മുമ്പ്, നിങ്ങളുടെ നാട്ടിൽ പുതിയണ്ണിൻ്റെ നാട്ടിലാണോ നിക്കാഹ്? അല്ല, പുതിയാപ്പളിൻ്റെ നാട്ടിലാണ്. പുതിയണ്ണിൻ്റെ അപ്പോൾ പുതിയാപ്പളിൻ്റെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഗസ്റ്റ് വന്നിട്ടുണ്ടാവും ഇവിടെ. പുരക്കാർ വിചാരിക്കും ആദ്യം അവർ ഭക്ഷണം കഴിക്കട്ടെ എന്ന്. അത് നാട്ടുകാർ തന്നെ പോയി തുടങ്ങും ആദ്യം. അങ്ങനെ ആകെ ടെൻഷനായി. നാട്ടുകാരെ വിളിച്ച് എണീപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തേ, ഭക്ഷണം അവിടെ റെഡിയാന്ന് കേട്ടപ്പോഴേക്കും പിന്നെ എല്ലാം പരിസരം മറന്നു. നമ്മളെ നാട്ടിലേക്ക് പുതിയൊരു നാട്ടുകാർ വന്നിട്ടുണ്ട്, അവർ കഴിക്കട്ടെ, എന്നിട്ട് പോരെ നമുക്ക്, നമ്മളെ നാട്ടുകാരല്ലേ, ഇനി ഇല്ലെങ്കിലും നമുക്ക് സഹിച്ചൂടെ, നമ്മുടെ ഗസ്റ്റിന് ഇല്ലാതിരുന്ന മോശമല്ലേ, അതൊന്നും അവിടെ ഓർമ്മ വരൂല അല്ലേ? നിങ്ങളുടെ നാട്ടിലുണ്ടാവാറുണ്ടോ അങ്ങനത്തെ അവസ്ഥകൾ? ഇല്ല. ഓക്കെ, എന്നാൽ വിട്ടേക്ക്. നമ്മൾ കരുനാഗപ്പള്ളിയല്ലേ ഇത്? അൽഹംദുലില്ലാ. അതുകൊണ്ട് പിന്നെ കല്യാണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക.
പലയിടത്തും ഭയങ്കര പ്രശ്നം ഉണ്ടാവും. പുതിയാപ്പിളുടെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തില്ല, നാട്ടുകാർ ആദ്യം കയറി കൈയടക്കി, അങ്ങനെ ഒന്നുമല്ല. ഭക്ഷണത്തിന് വിശന്നിരിക്കുന്നൊരു മനുഷ്യനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, അവർ ഓടും. അപ്പോൾ ചെറിയ സ്നാക്കൊക്കെ ആദ്യം കൊടുത്തിട്ട് വിശപ്പടക്കലിന് പരിഹാരമുള്ളേ. മനുഷ്യൻ ഭക്ഷണത്തിന് ദാഹിക്കുന്ന പോലെ പടച്ചവൻ്റെ മുമ്പിൽ സുജൂദിന് ദാഹിക്കുന്ന വിശ്വാസികളുണ്ട്. നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണം. ഐ നീഡ് ടു പ്രേ. ഐ വാണ്ട് ടു പ്രേ എന്നല്ല, ഐ നീഡ് ടു പ്രേ. ഇത് മനുഷ്യന് എനിക്ക് നിസ്കരിക്കണം. ഭക്ഷണം കഴിക്കാതിരുന്നാൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഉറങ്ങാതിരുന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ലേ? ഉറക്കം നമുക്ക് മസ്റ്റാണ്. ഇത് നീഡാണ്. എനിക്ക് ഐ നീഡ് ടു പ്രേ, എനിക്ക് നിസ്കരിക്കണം. ഇന്നഹു ലതമുറു ബിൽ ഖൽബി സആഅത്തുൻ യർഖുസു ഫീഹാ തറബാ. മഹാന്മാർ പറയുകയാണ്, നിസ്കാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ പരലോകത്ത് അള്ളാഹുവിനെ കാണുന്ന നാളത്തെ ആ രംഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് മനുഷ്യനെത്തുന്നു. ഇതൊക്കെ നാവുകൊണ്ട് കളവ് പറയാത്ത പുണ്യ റസൂലാണ് നമുക്ക് പഠിപ്പിച്ചെന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസികൾ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം വളരെ മനോഹരമായ കുതിരകളെ കൊണ്ടുവന്ന് നിർത്തുമത്രേ മാലാഖമാർ. മനോഹരികളായ കുതിരകൾ. അവകൾക്ക് ചിറകുകളുണ്ടായിരിക്കുന്നു. കാരണം ദേ ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്. അതുകൊണ്ട് ആ ഡൈമെൻഷൻ പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്നു, ചിറകുകളുള്ളത്, പറക്കാൻ കഴിയുന്നത്. അവരെ മുഴുവനും, സത്യവിശ്വാസികളെ മുഴുവനും ആ കുതിരകൾക്ക് മേൽ അവരോട് പറയും, അവരെ മൗണ്ട് ചെയ്യാൻ പറയും, കുതിരപ്പുറത്ത് കയറാൻ പറയും. കുതിരപ്പുറത്ത് കയറിയിട്ട് അവരെ അള്ളാഹു തെരഞ്ഞെടുത്തൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. വാദിൽ അഫിയഹ് എന്നാണ് ആ താഴ്വരയുടെ പേര്. വാദിൽ അഫിയഹ്. പ്രകാശത്താൽ നിർമ്മിക്കപ്പെട്ട കസേരകളിൽ പ്രവാചകന്മാർ, സ്വാലിഹീങ്ങൾ, മുർസലുകൾ ഇരിക്കുന്നുണ്ട്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്രഷ്യസ് സ്റ്റോണുകളുടെയും നമ്മളാരും കണ്ടിട്ടില്ലാത്ത പല അത്ഭുത കസേരകളും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിറകിൽ കുസ്ബാനുൽ മിസ്ക്, കസ്തൂരിയുടെ ഹിൽസ് ഓഫ് മസ്ക്, കസ്തൂരിയുടെ കുന്നുകളുണ്ടായിരിക്കും ബാക്കിൽ. VIP കളൊക്കെ ഈ കസേരകളിലാണ്. അവിടെ VIP കളല്ലാത്തവർ ആ കുന്നിൻ പുറത്താണ് ഇരിക്കുന്നത് എന്ന് ഹദീസ് പറയുമ്പോൾ ഹദീസ് പണ്ഡിതന്മാർ പറയും, ആ കാഴ്ചക്ക് വരുന്നവരാരാണ് VIP അല്ലാത്തവർ? എന്താ അവിടെ നടക്കുന്നതെന്നറിയോ? പടച്ചതമ്പുരാൻ അള്ളാഹുവിനെ റബ്ബ് തആല മറനീക്കി കാണിച്ചു കൊടുക്കുന്നൊരു രംഗമുണ്ട്. ഒരു മേഘം പോലെ ഇറങ്ങി വരും. അവിടെ നിന്നൊരു ശബ്ദം കേൾക്കും. സത്യവിശ്വാസികൾ മുഴുവനും അത് കാതോർത്ത് കേൾക്കും. അസ്സലാമു അലൈക്കും അഹ്ലൽ മൗഖിഫ്, നിങ്ങൾക്കെൻ്റെ രക്ഷയുണ്ട് എന്ന് പറയും. അപ്പോൾ ആളെ കാണുന്നില്ല. ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഒരുപാട് ആളുകൾ സുജൂദിലേക്ക് വീഴും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, സ്വർഗവാസികളെ, നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു സമ്മാനം നൽകുകയാണ്, എന്തു വേണം എന്നെന്നോട് ചോദിച്ചോളൂ. എല്ലാവരും ആലോചിക്കും, എന്ത് ചോദിക്കണം? പടച്ചവനെ, നീ ഞങ്ങൾക്ക് സ്വർഗം തന്നല്ലോ, അത് മതി റബ്ബേ. അത് ഞാൻ തന്നു, അതിലേറെ നിങ്ങൾക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ. എല്ലാവരും ഒരു ഉത്തരം പറയും. ആ ഉത്തരം ഇതാണ്, പടച്ചവനെ, തർള അന്ന, നീ ഞങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടണം, ഞങ്ങളോട് ദേഷ്യപ്പെടരുത്. ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലയോ നിങ്ങളെ ഞാൻ ഈ സ്വർഗത്തിലേക്ക് വിളിച്ചു വരുത്തിയത്? സ്വർഗം തന്നത് അതിനല്ലേ? ഞാൻ ചോദിക്കുന്നത് അതിലപ്പുറം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് എന്നോട് ചോദിക്കൂ, ഞാൻ തരാം. എന്താ ചോദിക്കേണ്ടത് എന്ന് പരസ്പരം വിശ്വാസികളും പ്രവാചകന്മാരും ഇരിക്കുന്നൊരു സദസ്സിൽ മൗനത്തിൽ ചർച്ച നടക്കുന്നു. ഫയത്തഫിഖൂന അലാ ഖൗലിൻ വാഹിദ്, ഒരേ ഒരു മറുപടി അവിടെ നിന്ന് വരും, അല്ലാഹുവേ, നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, ഈ ലോകത്ത് നന്മ ചെയ്ത ആളുകൾക്ക് ഞാൻ സ്വർഗം നൽകും. വസിയാദ, അതിലേറെയും ഞാൻ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ സിയാദ, ഏറെ നൽകാൻ പോകുന്നത് റുഅയത്തുല്ലാഹ്,
കാരുണ്യവാനായ പടച്ച തമ്പുരാനെ മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന അനുഭവമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വജഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രകാശത്തിൻ്റെ കോടിക്കണക്കിന് മറകൾ നീങ്ങുകയും സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കണ്ണുകളെ കൊണ്ട് കാണുകയും ചെയ്യുന്ന ഒരു നേരമുണ്ടെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിനെ കാണലാണ്. സ്വർഗത്ത് പോകുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കാണല നമ്മുടെ ലക്ഷ്യം. അവിടുത്തെ ഹൂറുൽ ഐനുകളോ, അവിടുത്തെ ഭക്ഷണമോ, അവിടുത്തെ പാനീയമോ, അവിടുത്തെ സൂഖുൽ ജുമുഅയോ, അവിടുത്തെ എന്തൊക്കെ കൊട്ടാരങ്ങളുണ്ടോ അതൊക്കെ സെക്കൻഡറിയാണ്. സ്വർഗത്തിലെ പ്രൈമറി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ദ സൈറ്റ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിനെ കാണലാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങൾ സുജൂദിൽ കിടന്ന് ദുആയിരക്കും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദുരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക ഫീ ഗൈരി ളറഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല. പടച്ചവനെ, നിന്നെ കാണാനും നിന്നെ നേരിട്ടൊന്ന് അനുഭവിക്കാനും നീ എനിക്ക് അവസരം നൽകണമേ. ആര് പ്രാർത്ഥിച്ചു? നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു. നമ്മൾ അങ്ങനെ ദുആക്കാറുണ്ടോ? എനിക്ക് പടച്ചവനെ നിന്നൊന്ന് കാണിച്ചു തരണം. മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം നമ്മുടെ കണ്ണുകളെ കൊണ്ടാണ്, അല്ലേ? അതുകൊണ്ട് എല്ലാവരും മൊബൈലും പിടിച്ചിരിക്കണത്. എപ്പോഴും മനുഷ്യൻ നോക്കിയിട്ടാണ് ആസ്വദിക്കുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ കണ്ണാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കണ്ണുകളിലൂടെ കിട്ടുന്ന ആനന്ദം വലിയ ആനന്ദമാണ്. അള്ളാഹു മനുഷ്യന് കണ്ണിൽ പടച്ചവനിവിടെ കാണിച്ചു തന്നിട്ടില്ല. ഈ പ്രപഞ്ചം അത്രമേൽ വലുതാണ്. ആ വലിയ റബ്ബ് നമ്മുടെ കൊച്ചു കണ്ണുകൾക്ക് മുമ്പിൽ ചെറുതായി വരണമെന്ന് വാശി പിടിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തോട് നമ്മൾ ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത എത്രയോ ഈ ദൃശ്യപ്രപഞ്ചമെന്ന് പറയുന്നത് 96% ഈസ് അൺസീൻ. ഡാർക്ക് മാറ്ററുകളാണ്. പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് 2 ട്രില്യൺ ഗാലക്സികളുണ്ട് എന്ന് പറയുന്നത് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ 4% മാത്രമാണ് അത്രേ. ബാക്കി 96% കാണാൻ കഴിയാത്ത ലോകമാണ്. ഈ ലോകം പടച്ച തമ്പുരാനെ ഭൂമി എന്ന് പറയുന്ന ഒരു പൊടിയോളം പോലുമില്ലാത്ത ആ പ്രപഞ്ചത്തിലെ 2 കാലിൽ നടക്കുന്ന ഒരു ജീവി പറയും, ആ ജീവിൻ്റെ മുഖത്ത് കൊടുത്ത 2 ചെറിയ ബൗള് കൊണ്ട്, ഈ ബോള് കൊണ്ട് എനിക്ക് കാണണമെന്ന് വാശി പിടിച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ ചെറുതായി കാണിക്കലല്ലേ അത്? എനിക്ക് റബ്ബിനെ കാണാൻ നിൻ്റെ കണ്ണെവിടെയാ? നിനക്ക് എന്തിവിടെ കാണാൻ പറ്റുന്നുണ്ട്? അതുകൊണ്ട് ലാ തുദ്രികുഹുൽ അബ്സാർ. മഹാന്മാർ പറയാൻ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു കോരിത്തെരിപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ലോകത്ത്. മനസ്സിനൊരു ആനന്ദം വരുന്നുണ്ട്. എൻ്റെ റബ്ബിനെ കാണുന്ന നേരം. അള്ളാഹു കാരുണ്യവാനാണ്. 1000 കാരുണ്യത്തെ അള്ളാഹു മുറിച്ചു വെച്ച് ആ കാരുണ്യത്തിലെ ഒരു കഷ്ണമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. ആ ഒരു കഷ്ണം കൊണ്ടാണ് മനുഷ്യൻ പരസ്പരം കാണിക്കുന്ന സ്നേഹം, ആദരവ്, കരുണ, വാത്സല്യം. ഒരാടിൻകുട്ടിയുടെ മേൽ കാല് തൊടാതെ ആടിൻ്റെ അമ്മയായ ആട് കാല് പൊക്കുന്നത് പോലും പടച്ചതമ്പുരാൻ്റെ 1000 കരുണയുടെ 100 കാരുണ്യത്തിൻ്റെ കഷ്ണങ്ങളിൽ ഒരു കഷ്ണം ഇറക്കിയ മനുഷ്യരും ജീവികളും മത്സ്യങ്ങളും പക്ഷികളും ജന്തുജാലങ്ങളും എല്ലാം കൈമാറുന്ന സ്നേഹം പടച്ചതമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ 100 അംശങ്ങളിൽ 1 മാത്രമാണ്. ബാക്കി 99 അള്ളാഹുൽ വിശ്വസിച്ച ആളുകൾക്ക് കരുണ ചെയ്യാൻ പരലോകത്തേക്ക് അള്ളാഹു നീട്ടിവെച്ചു എന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കരുണയുടെ ആ ഒരു വസന്തമെന്ന് വിളിച്ചാൽ മതിയോ? കാരുണ്യത്തിൻ്റെ സ്വർഗമെന്ന് വിളിച്ചുകൂടെ? ആ ലോകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് വെറുതെ ഒരു വൃഥാവില്ല ആലോചനയല്ല. ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം എന്നത് ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ആൻഡ് ഒതന്റിക്. വിശുദ്ധ ഖുർആൻ അത് മനുഷ്യൻ്റെ വചനമാണെന്ന് ലോകത്ത് തെളിയിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. പടച്ചവൻ്റേത് മാത്രം. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ. ഇത് മനുഷ്യൻ്റേതല്ല. മനുഷ്യന് ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. പ്രവാചകരുടേതുമല്ല. ഹദീസും ഖുർആനും നോക്കിയാൽ മനസ്സിലാവും ഭാഷാ വ്യത്യാസം. ഖുർആൻ്റെ അത്ഭുതങ്ങളോ അതിൻ്റെ മിറക്കിളസ് സ്റ്റാറ്റസിനെ കുറിച്ചോ അല്ല നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആ ഗ്രന്ഥവും ഹബീബിൻ്റെ സ്വഹീഹായ ഹദീസുകളും അവിടുത്തെ പഠനങ്ങളും തലമുറയായി മനുഷ്യ ചിന്തകളിലൂടെ കൈമാറി വന്ന ആധ്യാത്മിക ആലോചനകളും ഇതൊക്കെ സമ്മേളിക്കുന്നതാണ് നമ്മുടെ ദീൻ. ആ ദീനിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ആലോചിക്കുന്നത് എന്നല്ലാതെ ആരോ ദിവാസ്വപ്നം കാണുന്ന സ്വപ്നമല്ല നമ്മുടേത്. നമ്മുടേത് ആധികാരികതയുള്ള ചിന്തയാണ്. ആ ചിന്തകൾക്ക് ടെക്സ്റ്റിൻ്റെ പിൻബലമുണ്ട്. ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന
ഈ ആനന്ദത്തോളമുള്ള ഒരാനന്ദമെങ്കിലും സ്വർഗലോകത്തുണ്ടെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെട്ടു പോകുമെന്ന് തോന്നാറുണ്ട് ഞങ്ങൾക്ക്. അലിമിങ്ങൾ പറയാം, നാളെ പരലോകത്ത് നടക്കാൻ പോകുന്നത്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നേരമാകുമ്പോൾ, വാങ്ക് വിളിക്കുമ്പോൾ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ എന്ന് വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ആ ഫിക്സ്ഡ് അപ്പോയിൻമെൻ്റ് അള്ളാഹു നിർണയിച്ച സമയത്ത് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി റബ്ബുമായിട്ടുള്ള മീറ്റിംഗ് നടത്താൻ കൊതിയൂറുന്ന, മനസ്സ് വെമ്പൽ കൊള്ളുന്ന ആനന്ദം പോലോത്ത ആനന്ദമെങ്കിലും നാളെ സ്വർഗത്തിൽ കിട്ടിയാൽ സ്വർഗം സ്വർഗമാകും. മഹാന്മാർ പറയാം. അപ്പോൾ എന്തായിരിക്കും അവർ അനുഭവിക്കുന്നതെന്നാ? സുബ്ഹാനല്ലാഹ്. ജോർഡാൻ നദിയുണ്ട്. ഇന്നത്തെ ഫലസ്തീനിൻ്റെയും ജോർഡാൻ്റെയും ഇടയിലൂടെ കടന്നു പോകുന്ന ജോർഡാൻ നദി, തൊബരി തടാകത്തിന്, തൊബരി തടാകത്തിന് ഇംഗ്ലീഷിൽ പേര് പറയാറുണ്ട്, ഈജിയൻ കടലല്ല, മറന്നുപോയി, എന്താ പറയുന്നത്, ഇസ്രായേലിൻ്റെ കൺട്രികളിലാണ് അതുള്ളത്. അവിടെ നിന്നാണ് ആ വെള്ളമാണ് ഡെഡ് സീയിലേക്ക്, ചാവുകടലിലേക്ക് വരുന്നത്. പോട്ടെ, തൊബരി ലേക്ക് എന്ന് ആരെങ്കിലും ഒന്ന് അടിച്ചു നോക്കി. തൊബരി ലേക്ക് എന്ന് അടിച്ചാൽ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? തൊബരി, TABARI, തൊബരി ലേക്ക് ഇൻ പാലസ്റ്റൈൻ എന്നോ അടിച്ചാൽ അതിനൊരു ഇംഗ്ലീഷിൽ വേറെ പേരുണ്ട്, ഇരിക്കട്ടെ. അവിടെ നിന്ന് കടന്നു വരുന്ന ഒരു നദിയാണ് ജോർഡാൻ നദി എന്ന് പറയുന്നത്. ആ നദിയിലാണ് പ്രവാചകനായ യഹ്യാ നബി അലൈഹിസ്സലാം, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നോബക യോഹന്നാൻ എന്ന് പറയുന്ന യഹ്യാ നബി അലൈഹിസ്സലാം ഈസ നബിക്ക് സ്നാനം ചെയ്തത് ആ പുഴയിലാണ്. ആ പുഴയിലാണ് സയ്യിദന മൂസ നബി അലൈഹിസ്സലാം ഒരുപാട് വുളു എടുത്തത്. ആ പുഴയിലാണ് സക്കരിയ നബി അലൈഹിസ്സലാം വുളു എടുത്തിട്ടുള്ളത്. പ്രവാചകന്മാർ കുളിച്ചതും വുളു എടുത്തതും സ്നാനം ചെയ്തതുമായ ഒരു പുണ്യ നദിയാണ് ജോർഡാൻ നദി എന്ന് പറയുന്നത്. ചെറിയ തോടാണത്. പേര് കിട്ടിയോ? സീ ഓഫ് ഗലീലി അല്ലേ? ഗലീലി എന്നല്ലേ? ഗലീലി അല്ലേ? സീ ഓഫ് ഗലീലി, അതെ, സീ ഓഫ് ഗലീലി. അത് ശരിക്കും കടലല്ല, സീ അല്ല, അത് ഒരു കുളം പോലെയാണ്, ഒരു വിശാലമായ. ചാവുകടൽ എന്ന് പറഞ്ഞതും കടലല്ല, അത് വലിയ തടാകമാണ്. പക്ഷേ കടൽ, സീ ഓഫ് ഗലീലി അല്ലേ? ഗരീബിയ അല്ലല്ലോ. ലേക്ക് തൊബരി നോൺ ആസ് സീ ഓഫ് ഗലീലി ഓർ കിന്നരറ്റ്, significant freshwater lake located in northern Israel or Palestine. അതെ, സീ ഓഫ് ഗലീലി എന്ന് പറയാം, ഗലീലി, സീ ഓഫ് ഗലീലി. താങ്ക് യു, ജസാക്കുമുല്ലാഹ് ഖൈർ. മറക്കണ്ട, തൊബരി തടാകം എന്നാണ് അറബിയിൽ പറയാ, സീ ഓഫ് ഗലീലി. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി തആല അലൈഹി ആ ഒരു ജോർഡാൻ നദിയിൽ വുദുവെടുക്കുന്ന ഒരു രംഗമുണ്ട്. മഹാൻ്റെ കൂടെ ഒരുപാട് മുരീദന്മാർ കൂടെയുണ്ട്. അവർ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി വെള്ളമെടുത്ത് ജോർഡാൻ നദിയിലിറങ്ങി. നദി എന്ന് പറയാൻ ഇപ്പോൾ ഈ സ്റ്റേജിൻ്റെ അത്ര പോലും വലുപ്പമില്ല ആ വെള്ളത്തിന്. വെള്ളം കടന്നു പോകുന്ന വളരെ ചെറുത്. അവരങ്ങ് ഇസ്രായേലങ്ങ് പിടിച്ചു വെച്ചിട്ട് ജോർഡാനിലേക്ക് പോകേണ്ട ഈ വെള്ളം അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങ് ചാവുകടൽ ഓരോ വർഷവും 1 മീറ്റർ വറ്റി വരണ്ട് 50 കൊല്ലം കൊണ്ട് ചാവുകടൽ എന്ന് പറഞ്ഞാൽ കടലിനെ ചത്തുപോയിട്ടുണ്ടാവുന്ന. അതിലേക്ക് വെള്ളം വരുന്നില്ല, മഴയുമില്ല. അതിലേക്ക് വരേണ്ട വെള്ളമാണ് ജോർഡാൻ നദിയിലൂടെ വരേണ്ടത്, സീ ഓഫ് ഗലീലിയിൽ നിന്ന്. അതവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. വെറുതെ ചെറിയൊരു നീരൊഴുക്ക് മാത്രമേ ഉള്ളൂ. കുറച്ച് ചാവുകടൽ കാണാൻ പോകുന്നതിനെ ഇപ്പോൾ പോയിക്കോളൂ, കുറച്ച് കാലം കഴിഞ്ഞാൽ കാണാൻ കിട്ടൂല. അത് ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശമാണ്. ഗുലിബത്തിർ റൂമു ഫി അദ്നൽ അർദ് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഗുലിബത്തിർ റൂം, യൂറോപ്യൻസ് ഹാവ് ബീൻ ഡിഫീറ്റഡ് ഇൻ ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് എർത്ത്. ഭൂമിയിലെ തന്നെ ഏറ്റവും സീ ലെവലിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ചയുള്ള പ്രദേശത്ത് റോമക്കാർ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സൂറത്തുർ റൂം. അദ്നൽ അർദ് എന്ന് പറയുന്നത് ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് ഏകദേശം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 350 മീറ്ററോളം സീ ലെവലിൽ നിന്ന് താഴെയാണ് ചാവുകടൽ. അവിടെ നടന്ന യുദ്ധത്തെക്കുറിച്ചാണ് സൂറത്തുർ റൂം ചർച്ച ചെയ്തത്. അപ്പോഴാണ് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് അതെന്ന് യൂറോപ്പുകാരൻ കണ്ടെത്തുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വാക്ക് എത്ര മനോഹരമാണ്. പുണ്യനബി തങ്ങൾ ആ നാട്ടിൽ പോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുലിബത്തിർ റൂം. ഏതായിരുന്നാലും ജോർഡാൻ നദിയിലേക്ക് വരാം. നമ്മളതിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കിയതാണ്.
ഇബ്രാഹിം അദ്ഹം തങ്ങൾ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി മുരീദന്മാരുടെ കൂടെ ഇങ്ങനെ കയ്യിൽ വെള്ളമെടുത്ത് മഹാനവറുകൾ വുദൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇങ്ങനെയാണ്: വല്ലാഹി ലൗ അലിമൽ മുലൂക്ക് ഔ അബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഏതാനും തുണിക്കഷ്ണങ്ങൾ മാത്രം പുതച്ച് നടന്നൊരു കാലം. ഇബ്രാഹിം അദ്ഹം എന്നവർ ഹി വാസ് എ പ്രിൻസ്. അദ്ദേഹം രാജകുമാരനായിരുന്നു. എന്നിട്ട് തസൗഫിൻ്റെ വഴിയിലേക്ക്, സൂഫി മാർഗത്തിലേക്ക് കടന്ന് പ്രപഞ്ചത്തിൽ നിന്നും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അകന്നു നിന്ന് ത്യാഗീവര്യനായി ജീവിച്ചു മരിച്ച, എന്നാൽ തത്വജ്ഞാനങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു മഹാപണ്ഡിതനായി മാറി ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇബ്രാഹിം അദ്ഹം തങ്ങളെ. മഹാൻ പറയാൻ, കൂട്ടുകാരെ, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഈ രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരോ അവരുടെ മക്കളോ അറിയുകയാണെങ്കിൽ ആ സന്തോഷം നമ്മിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ അവർ നമ്മളോട് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വന്നേനെ. അത്ര വലിയ ആനന്ദത്തിലാണ് നാം. ആരെ പറയുന്നറിയോ? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുന്ന കാലം, പട്ടിണിയായി ജീവിക്കുന്ന കാലം. പക്ഷേ പടച്ചവനുമായി, അള്ളാഹുമായി മനസ്സ് ബന്ധിച്ചിരിക്കുകയാണ്. ആകാശലോകങ്ങളുമായി ബന്ധിക്കുന്ന ഹൃദയമുണ്ട്. സന്തോഷത്തിൻ്റെ താക്കോലെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞത് ഹൃദയത്തിനുള്ളിലാണെങ്കിൽ ആ ഹൃദയം പടച്ചവൻ തന്ന നിഅമത്തിൽ സംതൃപ്തമാണ്. അള്ളാഹുവിന് വഴിപ്പെടുന്ന ശരീരമാണ്. ഈ ലോകത്ത് സംതൃപ്തമായി ജീവിതം അള്ളാഹു മനുഷ്യർക്ക് നൽകി എന്നതിനാണ് ഈ മഹാന്റെ വായിലൂടെ അങ്ങനൊരു വചനം അള്ളാഹു പറയിപ്പിച്ചത്. മാഷാ അള്ളാഹ്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഈ രാജാക്കന്മാർ അനുഭവിക്കുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ, അത് നമ്മിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ അവർ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നേനെ. വല്ലാഹി ലൗ അലിമൽ മുലൂക് വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീ ലജാലജൂന അലൈഹി ബിസ്സുയൂഫ്. അങ്ങനൊരു സന്തോഷമുണ്ട് എന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് അറിയണ്ടേ മരിക്കേണ്ട മുമ്പ്? ഞാനിത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയാൻ തോന്നുന്നുണ്ടോ? ഇത് ഉള്ള കാര്യമാണ്. ഇതിനൊരു ടേസ്റ്റുണ്ട്. നോമ്പിനൊരു ടേസ്റ്റുണ്ട്. ഖുർആൻ ഓതുമ്പോൾ ഒരു മധുരം കിട്ടും. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ, മീറ്റ് ചെയ്യുമ്പോൾ സന്തോഷിക്കൂലേ? അതിലേറെ പടച്ച തമ്പുരാനുമായി മുഅ്മിനീങ്ങൾ സംവദിക്കുമ്പോൾ ഒരാനന്ദം വരാനുണ്ട്. ആ ആനന്ദമുണ്ടെങ്കിൽ നോമ്പ് ഹരമാണ്. ലൈലത്തുൽ ഖദർ നമ്മൾ കാത്തിരിക്കും. തറാവീഹ് നമുക്ക് ആവേശമാണ്. ഖിറാഅത്തുൽ ഖുർആൻ നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാണ്. ഏത് സൽക്കർമ്മവും നമുക്ക് ആനന്ദമായി ആസ്വദിക്കാൻ പറ്റും. എന്തിന്? ഇത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ബോധിക്കുമ്പോൾ. അല്ലാതെ നാട്ടുകാരെല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അതല്ല ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബാദത്ത് എന്ന് പറയുന്നത്, ആ വാക്ക് ഉത്ഭവിക്കുന്നത് അബദ. അബ്ദ് എന്ന് പറഞ്ഞാൽ സ്ലൈവ് എന്നാണ്. സ്ലൈവ് എന്ന് പറയുന്നത് അടിമയാണ്. അടിമ തൻ്റെ മാസ്റ്റർ എന്തു പറയുന്നു ക്വസ്റ്റ്യൻ ചെയ്യാതെ അംഗീകരിക്കേണ്ട ആളാണ്. അപ്പോഴേ സ്ലൈവ് ആവുള്ളൂ. എന്നാലും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് ചില കർമ്മങ്ങളുടെ ഹിക്മത്ത്, അതിൻ്റെ തത്വം എന്താണെന്ന്, രഹസ്യം എന്താണെന്ന് പടച്ചവൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ബോധ്യപ്പെടുത്താത്തത് കുറച്ചുണ്ട്. എന്തിനെന്നറിയോ? എല്ലാം ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ നമ്മുടെ അറിവിനെയായിരിക്കും ആരാധിക്കുന്നത്, ആരാധ്യനായ പടച്ചവനെ ആയിരിക്കില്ല. മനസ്സിലായില്ല? പല്ല് തേക്കുന്നതിന് പ്രതിഫലം നമുക്കറിയാം, അതിൻ്റെ സയൻസ് നമുക്കറിയാം. ഉറങ്ങുമ്പോൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം, എന്താണ് അതിൻ്റെ കുട്ടൻസ് എന്നറിയാം. മനുഷ്യനോട് നിബിധങ്ങൾ പറഞ്ഞ ഒരുപാട് ഹൈജീനുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഹജ്ജ്? എന്തിന് തവാഫ്? എന്തിന് സഅയ്? വൈ ഷുഡ് വി സ്റ്റാൻഡ് ഇൻ ദ ഗ്രൗണ്ട് ഓഫ് അറഫാത്ത്? എന്തിന് മുസ്ദലിഫ? എന്തിന് മീന? വൈ ഷുഡ് ഐ സ്റ്റോൺ? വൈ ഷുഡ് ഐ ഗോ ഓൺ കാബ, keeping my left to Kaaba? Why should I do that 7 times? I could rather pray 2 rak'ah. എന്തിനല്ല ചുറ്റാൻ പറഞ്ഞു? എന്തിനാണ് ഈ നടത്തം? എന്തിനാണ് അതും in the specific days of Dhul Hijjah? എന്തുകൊണ്ട് മറ്റു സമയത്തായിക്കൂടെ? ഇതിനൊന്നും മറുപടിയില്ല. ഞാൻ പറഞ്ഞത് സബ്മിറ്റ് ഫോർ മീ, എനിക്ക് വേണ്ടി നീ സമർപ്പിക്കുക. തിരിയാത്തത് നമ്മൾ ചെയ്യുമ്പോഴാ സമർപ്പണമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞതല്ലേ, നമുക്ക് കാര്യം കിട്ടുന്നതും ഗുണമുള്ളതും നമ്മൾ ചെയ്യും. അത് മനുഷ്യൻ്റെ ഹ്യൂമൻ നേച്ചറാണ്. പക്ഷെ നമ്മൾ എന്തിന് ചെയ്യുന്നു എന്നറിയാതെ ചെയ്യുന്നതാണ് സമർപ്പണം. അതിനാണ് ഉബൂദിയത്ത് എന്ന് പറയുന്നത്. അതാണ് ഇബാദ, അതാണ് ഇബാദത്ത്. എൻ്റെ റബ്ബിനോട് ചെയ്യാൻ പറഞ്ഞു, ഐ മസ്റ്റ് ഡു ഇറ്റ്. എന്തിന്? എൻ്റെ റബ്ബിനോട് ചെയ്യാം. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം
ഹാജർ ബീവിയെ മക്കയിലാക്കി തിരിച്ചു പോകുമ്പോൾ ഹാജർ ബീവി ഒരു ചോദ്യം ചോദിച്ചു, യാ ഇബ്രാഹിം, ഓ മൈ ഹസ്ബൻഡ്, ആർ യു ലീവിങ് us alone here? ഇബ്രാഹിം നബി ഹി നോഡഡ്. ഇബ്രാഹിം നബി വാക്കുകൊണ്ട് പറഞ്ഞില്ല എന്നാ, ഞാനും എൻ്റെ ഈ കൊച്ചുമോനും 2 മാസം 3 മാസം പ്രായ ഇസ്മായിലും ഞാനും ഒരു പീടിക പോലും ഒരു തട്ടുകട പോലും ഇല്ലാത്ത ഈ നാട്ടിലൊരു മനുഷ്യൻ പോലും ഇല്ലാത്ത നാട്ടില് എന്നെ ഇവിടെ ആക്കി പോവാണോ? തിരിച്ചു പോകുന്നത് 2000 കിലോമീറ്റർ അപ്പുറത്തേക്കാ, ഫലസ്തീനിലേക്ക്. 2 കിലോമീറ്റർ അല്ല, 2000. എന്നെ ഒറ്റക്കാക്കിട്ടോ? അതെ. പിന്നൊരു ചോദ്യം ചോദിച്ചു ഹാജർ ബീവി, ഇസ് ഇറ്റ് എ കമാൻഡ് ഫ്രം അല്ലാഹ്? അല്ലാഹു അമറക ബിഹാദ? പടച്ചോനാണോ ഇബ്രാഹിമെ നിങ്ങളോട് ഞങ്ങളോട് ഇട്ടേച്ചു പോകാൻ പറഞ്ഞത്? യെസ്. ഇബ്രാഹിം നബി യെസ് എന്ന് ഞാൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല, തലയാട്ടിന്ന അതേ എന്ന്. അപ്പോൾ മഹദി പറഞ്ഞു, ഇദൻ ലൻ യുദയ്യഅന, then he will not abandon us. എന്നാൽ ആ പടച്ചവൻ ഞങ്ങൾ ഒരിക്കലും കൈവെടിയുകയില്ല. അവിടമാണ് കഅബ പൊങ്ങി വന്നത്, അവിടെയാണ് സഫയും മർവയും പുനർജീവിച്ചത്, അവിടെയാണ് സംസം ഉണ്ടായത്, അവിടെയാണ് ഹജറുൽ അസ്വദ് വന്നത്, അവിടെയാണ് അറഫയും മിനയും മുസ്ദലിഫയുമായി മാറിയത്. ആ ഒരു മഹദിയുടെ ആത്മസമർപ്പണമാണ്. ഇദൻ ലൻ യുദയ്യഅന. നോമ്പെടുത്താൽ കുഴപ്പമുണ്ടോ? പ്രയാസാവോ? മരുന്ന്, അസുഖം ബുദ്ധിമുട്ടുള്ള ആളുകളോട് നോമ്പ് നോൽക്കണ്ട, നിങ്ങളതിന് ഫിദിയ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഖളാ വീട്ടിയാൽ മതി എന്ന് തന്നെ ഖുർആൻ പറഞ്ഞു വെച്ചു. എന്നാലും എൻ്റെ റബ്ബ് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ മെഹബൂബിന് വേണ്ടി ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ ശരീരവും എൻ്റെ ആരോഗ്യവും എല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് റബ്ബ് എനിക്കൊരു കരുത്ത് തരും എന്ന് ആത്മവിശുദ്ധിയും ആത്മസമർപ്പണവും ആത്മബോധവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയും. ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യണമെന്ന് പറയല്ല, പക്ഷെ അങ്ങനൊരു വശം കൂടെ ഉണ്ട്. രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? സിദ്ദീഖ് തങ്ങൾ എന്ത് ചെയ്തു? ഏറ്റവും വലിയ മുഅ്മിനാരാ? നബി തങ്ങൾ കഴിഞ്ഞാൽ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ള അള്ളാഹിൻ്റെ വലിയാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രോഗം വന്നു, മരിക്കാൻ പോകുന്ന രംഗം, അത് ഭയങ്കര അത്ഭുതമാണ്. സിദ്ദീഖ് എന്നൊരു നബി തങ്ങൾ വഫാത്താകുന്നത് 63, സിദ്ദീഖ് എന്നവർ മരിക്കുന്നതും 63, ഉമർ എന്നവർ മരിക്കുന്നതും 63, ഉസ്മാൻ എന്നവർ മരിക്കുന്നതും 63. സുബ്ഹാനല്ലാഹ്. ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്താ പറഞ്ഞത്? സിദ്ദീഖ് എന്നവരോട് ചോദിച്ചു സ്വഹാബികൾ, എന്തേ ഡോക്ടർ പറഞ്ഞത്? അപ്പം അന്ന് ഡോക്ടർമാരുണ്ട് കേട്ടോ, അന്ന് ഡോക്ടർമാരുണ്ട്. ഒരു ഷാം എന്നവരെ, സിറിയയിൽ നിന്നവരെ കൂടുതൽ ആളുകൾ. മദീനയിലും പരിസരത്തും കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ പഠിച്ചു, MBBS പഠിച്ചു എന്നൊക്കെ പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ മഹദി റളിയല്ലാഹു അൻഹ മെഡിസിൻ നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പം മദീനയിൽ തങ്ങളെ കാണാൻ വന്ന ഡോക്ടേഴ്സിന് അവരുടെ പ്രിസ്ക്രിപ്ഷനും അവരുടെ ട്രീറ്റ്മെൻറ്റും പഠിച്ചതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ സിദ്ദീഖ് എന്നവരോട് ചോദിക്കുകയാണ്, സിദ്ദീഖ് എന്നവരെ ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു. എന്തേ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു, ഇന്നി ഫഅാലുൽ ലിമാ ഉരീദ്, ഞാൻ എന്തൊക്കെ നിൻ്റെ ശരീരത്തിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ നിൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്യും എന്നെൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഡോക്ടർ വേറെയാണ്. അതൊരു ഈമാനിൻ്റെ അടുത്തൊരു ലെവലാണ്. സിദ്ദീഖ് തങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ല എന്നാ, പക്ഷെ നമ്മളോട് തങ്ങൾ എന്താ പറഞ്ഞു? ഡോക്ടറെ കാണിക്കണം എന്നാ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലെവലിൽ നിങ്ങൾക്ക് ഈമാനുണ്ടോ ആ വഴിക്ക് പോയിക്കോ, ഇല്ലേ നോർമൽ മുസ്ലിമായിട്ട് ജീവിക്കാം, അതിനവസരമുണ്ട്. നബി തങ്ങൾ ഹൈ എൻഡ് ഒരു റോൾ മോഡൽ കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു മീഡിയം ലെവലും കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ലോ ക്ലാസ്സിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവർക്കുള്ള മാതൃകയും ഹബീബിൻ്റെ ജീവിതത്തിൽ 3 ലെവലുകൾ കാണാൻ കഴിയും ഹബീബിൻ്റെ ജീവിതത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? രാത്രികാലത്ത് ഉറക്കൊഴിച്ചിട്ടൊന്നും നിസ്കരിക്കേണ്ട, ഫൽയർഖുദ്, ഉറക്കം വരുന്നത് ഉറങ്ങിക്കോ. അതേ റസൂൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ട് കാല് നീര് വന്ന് വണ്ണം വെച്ചിരുന്നു എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും 2 ലെവലാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കല്ല. പടച്ചതമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ നൽകുന്ന ഈ ഒരു ഇസ്ലാമിൻ്റെ ആനന്ദം, ഇതാണ് ഇതിൻ്റെ ഉത്സാരം. നമ്മൾ ഇതില്ലാണ്ട് ഒരു കോലം കെട്ടി മുസ്ലിമായി നടന്നാലൊന്നും ഇസ്ലാം ആസ്വദിക്കാൻ കഴിയില്ല. ഇപ്പോൾ നല്ല ആരോഗ്യത്തിൽ ജീവിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നല്ല അടിപൊളി ഒരു ടീഷർട്ട്, നൈക്കിയുടെ, അഡിഡാസിൻ്റെ
അല്ലെങ്കിൽ ആർമറിൻ്റെ നല്ല നല്ല ബ്രാൻഡുകളുടെ ടീഷർട്ടും പിന്നെ അവരുടെ സ്പോർട്സ് വെയറും നല്ല സ്പോർട്സ് ഷൂ ഒക്കെ ഇട്ടിട്ടിങ്ങ് നടന്ന ആരോഗ്യം ഉണ്ടാവുമോ? അതിന് പണിയെടുക്കുന്ന വേണ്ടേ? പക്ഷെ നമ്മളെന്താ ഒരു നൈക്കിയുടെ ചിഹ്നങ്ങൾ കണ്ടാൽ ഞാനൊക്കെ ഭയങ്കര ആരോഗ്യവാനാന്ന് വെറുതെ തോന്നുകയാണ് എന്ന പോലെ നമ്മളൊക്കെ മുസ്ലിമാന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇതിനൊരു ആനന്ദമുണ്ട്, ഇതിനൊരു സന്തോഷമുണ്ട്, ഇതൊരു സആദ, ഇത് ജീവിതത്തിൽ സന്തോഷിക്കാൻ പടച്ചോൻ തന്നതാ ഇസ്ലാം എന്നല്ലാതെ ബുദ്ധിമുട്ടാക്കാനല്ല. നമ്മുടെ നിസ്കാരം നമുക്ക് ആനന്ദം നൽകും. മഹാന്മാർ പറയാണ്, തആലൈത ലം യുബ്ദി ശൈഉൻ ലിഐനി തബാറക്ത ലം യുംളി സൗതുൻ ബിഉദ്നി വലാകിന്ന ത്വയ്ഫൻ ബിഖൽബി യുത്ല്ലു വമിൻ ത്വയ്ഫിഹി കുല്ലു നൂരിൻ യുഹില്ലു. കണ്ണുകളെ കൊണ്ട് റബ്ബേ നിന്നെ ഞാൻ കണ്ടിട്ടില്ല, കാതുകളെ കൊണ്ട് റബ്ബേ നിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല, എന്നാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആനന്ദമായി അവതരിക്കുകയാണ് റബ്ബേ നീ എൻ്റെ മനസ്സിലേക്ക്. ഇതാണ് വിശ്വാസി. കണ്ണുകൊണ്ട് കാണുന്നില്ല, കണ്ണുകൊണ്ട് കണ്ടും കാതുകൊണ്ട് കേട്ടുമാണെങ്കിൽ ഇത് പരീക്ഷയല്ല. ബുദ്ധി കൊണ്ട് പടച്ചവനെ കാണാനായി ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ഈമാൻ, വിശ്വാസത്തിൻ്റെ മധുരം അറിയാൻ കഴിയുന്ന ആളുകൾ 3 പേരാണ്, 3 സ്വഭാവമുള്ളവരാണ്. മൻ റളിയ ബില്ലാഹി റബ്ബൻ, പടച്ചവൻ അല്ലാഹു എൻ്റെ രക്ഷിതാവാണെന്ന് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടവർ. വിശ്വസിച്ചവരത് മാത്രമല്ല, മനസ്സുകൊണ്ട് തൃപ്തിപ്പെടണം. അല്ലാഹു എനിക്ക് റബ്ബ് മതി, എൻ്റെ റബ്ബ് മതി. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം എൻ്റെ ദീനാണ് എന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടവർ. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ, പുണ്യ റസൂൽ എൻ്റെ റസൂലാണെന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടവരെ. മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു എൻ്റെ റസൂൽ, എൻ്റെ മതം, എൻ്റെ അല്ലാഹു. ഇത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടവർക്ക് വിശ്വാസത്തിൻ്റെ മധുരമുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. പ്രൊഫസർ ബോഡ്ലി എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ മൊറോക്കോയുടെ മരുഭൂമികളിൽ 7 വർഷം കാട്ടറബികളുടെ കൂടെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ മെസ്സഞ്ചർ. റസൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. പ്രൊഫസർ ബോഡ്ലി 7 വർഷം മരുഭൂമിയിലൂടെ ജീവിച്ച് അറബികളുടെ ബതുക്കളായ ആളുകൾ, ബെഡുവിൻസ്, അവർക്ക് അങ്ങനെ വണ്ടി വാഹനം ഉണ്ടാവും, എന്നാലും ലക്ഷറി ഒന്നും ജീവിതത്തിൽ അവർക്ക് തൊട്ടതുണ്ട്. ഇപ്പോഴുണ്ട് കേട്ടോ അത്തരം ആളുകളൊക്കെ. അങ്ങനെ ജീവിക്കുന്ന ഒരു റിമോട്ട് ഏരിയയിൽ താമസിക്കുന്ന ബെഡുവിൻസ് ഇപ്പോഴും മൊറിറ്റാനിയയിലുണ്ട്, മൊറോക്കോയിലുണ്ട്, അതുപോലെ ആ പരിസരത്തുള്ള ലിബിയ, ആ ഒരു സഹാറ മരുഭൂമിയുടെ ആ ഒരു നോർത്തേൺ ഭാഗങ്ങൾ, അവിടങ്ങളിലൊക്കെ ഇപ്പോഴും പച്ചപ്പാവങ്ങളായ അറബികളുണ്ട്. ഇദ്ദേഹം അവരുടെ കൂടെ ജീവിച്ചിട്ട് അദ്ദേഹം പറയാ, അറബികളുടെ, അവർ മുസ്ലിമീങ്ങളാണ്, അറബികളുടെ ആത്മവിശ്വാസം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ 7 വർഷങ്ങളായിരുന്നു അത്. മിസ്റ്റർ ബോഡ്ലി ഇസ്ലാം സ്വീകരിച്ചു. അപ്പം അതിന് മുമ്പത്തെ കഥ പറയാം. അദ്ദേഹം അന്നൊരു കൊടുങ്കാറ്റ് വീശി. അദ്ദേഹം ആ കാട്ടറബികളെപ്പോലെ ഒരു കൂട്ടം ആടുകളെ മേച്ചു നടന്നു. അവരുടെ കൂടെ ഒരാളായിട്ട് ജീവിച്ചു. ആടുകളെ മേച്ച്, ഒരു കൂട്ടം ആടുകൾ അദ്ദേഹത്തിനുണ്ട്, കൂടെ ഒരുപാട് ബെഡുവിൻസ്. കാരണം മൊറോക്കോയിൽ നിന്ന് നേരെ കടൽ കടന്നാൽ പിന്നെ സ്പെയിനാണ്. സ്പെയിൻ ഇങ്ങനെ നോക്കിയാൽ കാണും. ടാൻജിയർ എന്ന് പറയുന്നൊരു സിറ്റിയുണ്ട് മൊറോക്കോയിൽ. അവിടെ നിന്നാൽ മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക് സമുദ്രവും കൂടിച്ചേരുന്ന സ്ഥലമാണ്. അതിൻ്റെ അപ്പുറത്ത് സ്പെയിൻ്റെ ഒരു സിറ്റി ഇങ്ങനെ നോക്കിയാൽ കാണും. ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടവർ വരെ ഉണ്ടായിരിക്കും. ഒരു വല്ലാത്ത ജിയോഗ്രഫിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കൾച്ചർ, അവരുടെ സംസ്കാരവും ചില നന്മകളൊക്കെ ഇങ്ങോട്ട് മൊറോക്കോയിലേക്ക് കടന്നു വന്നത് കാണാൻ കഴിയും. മൊറോക്കൻ അറബികൾ നല്ല ക്ഷമയുള്ള, അവിടെ വണ്ടികളൊന്നും ഒരു ഹോൺ അടിക്കൂല. എന്നുവെച്ചാൽ ഈജിപ്തിൽ ചെന്നാൽ നമ്മുടെ നാടിനേക്കാളും കഷ്ടത്തിൽ ഹോൺ അടിക്കും. കെയ്റോ നഗരമൊക്കെ പറഞ്ഞാൽ ഹോണും ഒച്ചപ്പാടും ഡിസിപ്ലിൻ ഇല്ലാത്ത നമ്മളെ പഴയ ബോംബെ, അതാണ് കെയ്റോ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് രാജ്യത്ത് യാത്ര ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു സംഭവം നമുക്ക് കെയ്റോവിൽ കാണാൻ കഴിയും. പക്ഷേ കെയ്റോവിൻ്റെ അപ്പുറം തന്നെ അങ്ങറ്റമാണ്. അതിൻ്റെ ഒരു സ്ട്രെച്ച് തന്നെയാണ്
അങ്ങ് മൊറോക്കോ. പക്ഷേ മൊറോക്കോയിലെ ആളുകൾ ലൈൻ ഡിസിപ്ലിൻ, ആരും ലൈന് തെറ്റിക്കൂല, ട്രാഫിക് വണ്ടി ഓടിക്കുമ്പോൾ ഹോൺ അടിക്കൂല, നല്ല സൗമ്യരായ നല്ല ക്ഷമയുള്ള മനുഷ്യന്മാർ. ഞാൻ അത്ഭുതപ്പെട്ടു, ഇവരൊക്കെ അറബികൾ തന്നെയാണോ എന്ന്. അപ്പോൾ അത്രയും നല്ല ചില സംസ്കാരങ്ങളൊക്കെ ആ നാടുകളിലുണ്ട്. പോട്ടെ, നമുക്ക് മരുഭൂമിയിലേക്ക് വരാം. അപ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ച കഥ പറയുകയാണ് പ്രൊഫസർ ബോഡ്ലി. ആ കൊടുങ്കാറ്റടിച്ചപ്പോൾ ഒരുപാട് ആളുകളുടെ ആടുകളൊക്കെ പറന്നുപോയി, പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട്. അത്ര വലിയ കൊടുങ്കാറ്റടിച്ചു മരുഭൂമിയിൽ. അദ്ദേഹം പറയാ, എൻ്റെ കൂടെയുള്ള അറബികൾക്ക് ഒരൊറ്റെണ്ണത്തിനൊരു പേടിയില്ല, ഒരു വിഷമവുമില്ല. കാറ്റൊക്കെ പോയി തീർന്നപ്പോൾ ഇവരിങ്ങനെ ചിരിച്ചിട്ടുണ്ട്, പറയുന്നുണ്ട്, എന്നാലും നമ്മളെ 40% ആടുകൾ ബാക്കിയുണ്ടല്ലോ, 60 പോയിട്ടുള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇവരിൽ നിന്നാണ് ക്ഷമ എന്താണെന്ന് പഠിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവരുടെ യാത്ര പോയൊരു കഥ പറയുന്നുണ്ട് തൻ്റെ പുസ്തകത്തിൽ, ദ മെസ്സഞ്ചർ. ഞങ്ങൾ പോയി ഒരു കാറിൽ പോവുകയാണ്. പഴയ വണ്ടിയായിരിക്കും, ബെഡുവിൻസ് കാട്ടറബികളുടെ ഏരിയയിലൂടെ പോവല്ലേ, മരുഭൂമിൻ്റെ നടുവിൽ. അങ്ങനെ ടയർ പഞ്ചറായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഡ്രൈവറോട് ദേഷ്യം തോന്നി. ഞാൻ പറഞ്ഞു, അല്ല പൊന്നു ചങ്ങാതി, ഈ ടയറൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരണ്ടേ, ഈ മരുഭൂമിയിൽ എവിടുന്ന് പഞ്ചർ കട കിട്ടാനാ? അപ്പം എൻ്റെ കൂടുതലുള്ള ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക, സൊല്ലി അലൻ നബി, പുണ്യ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയും. ദേഷ്യപ്പെടുന്നവരോടൊക്കെ അങ്ങനെ പറയാം, സൊല്ലി അലൻ നബി, റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയും. അവർ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ ദേഷ്യങ്ങൾ പോകും. അത് അവരുടെ ശൈലിയാണ്. ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ, ഇപ്പോൾ അടിപിടി കൂടുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് പറയും, സൊല്ലി അലൻ നബി, റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്ത് ടയർ പോയിട്ട് നീ സ്വലാത്ത് ചെല്ലിന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെ ഈ പഞ്ചറായ ടയറും കൊണ്ട് കുറച്ച് ദൂരം മുമ്പിൽ പോയി. 3 ടയർ ഓക്കെയാണ്, 1 ടയർ പോയിട്ടുണ്ട്. പിന്നെ പോയി വണ്ടി നിന്നപ്പോൾ അറിയണത് പെട്രോളും തീർന്നിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, മരുഭൂമിൻ്റെ നടുവിലാണ്. എനിക്ക് എന്തൊക്കെയോ ആക്രോശിക്കാനും നിലവിളിക്കാനൊക്കെ തോന്നി. അവർ പറഞ്ഞു, ഇന്ന് നമ്മൾ ഇറങ്ങി നടക്കല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവന്മാർ ഒരു കുഴപ്പമില്ലാണ്ട് അവർ കൂളായിട്ട് അങ്ങനെ നടന്നു. എവിടെയാണോ ഇനി അടുത്ത വണ്ടി കിട്ടുന്നത് അവിടത്തേക്ക് നടന്നു. ഞാനും കൂടെ. എനിക്ക് ക്ഷമ എന്താണെന്നും പടച്ചവൻ നിയന്ത്രിക്കുന്ന ലോകമാണിതെന്നും ഇങ്ങനെ വിശ്വസിക്കുന്നൊരു സമൂഹത്തെ എനിക്ക് വേറെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ മെസ്സഞ്ചർ. അത് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് നയിച്ചു. കാരണം ഖദറിലും ഖലായിലും വിശ്വസിക്കുന്നൊരു സമൂഹം, പ്രപഞ്ചത്തിൽ നടക്കുന്നതിൽ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ വണ്ടി പെട്രോൾ നോക്കാണ്ട്, ടയർ ചെക്ക് ചെയ്യാണ്ട്, സർവീസ് നടത്താണ്ട് വണ്ടി ഓടിക്കണം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അതവിടെ ഒരു സ്പെഷ്യൽ ഒരു ചരിത്രം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായപ്പോൾ പൊട്ടിത്തെറിക്കാതിരുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ, ഇദൽ ഈമാനു ളാഅഫ ലാ അമാനു വലാ ദുന്യൻ ലിമൻ യുബ്കി ദീനാ വമൻ റളിയൽ ഹയാത ബിഗൈരി ദീനിൻ ഫഖദ് ജഅലൽ ഫനാഅ ലഹാ ഖരീനാ. ഇസ്ലാം എന്ന് പറയുന്നത്, മതമെന്ന് പറയുന്നത്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരാൾ, ഒരു വലിയ ശക്തിയുണ്ട് എന്ന മനുഷ്യൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസമില്ലെങ്കിൽ മനുഷ്യൻ തകർന്നു പോകും. നമ്മളെ കൈപിടിക്കാൻ ഒരാളുണ്ട്, എന്നെ കാണുന്ന ഒരാളുണ്ട്, എന്നെ വീക്ഷിക്കുന്ന ഒരാളുണ്ട്. എൻ്റെ റബ്ബാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, ഞാനല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളാണ്. പക്ഷെ നമ്മുടെ മേൽ സംഭവിക്കുന്നത്, ഒരു ആക്സിഡൻറ്റ്, എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭമുണ്ടാകുന്നത്, ആൾ രോഗിയാകുന്നത്, ഇതൊന്നും നമ്മൾ ചെയ്യുന്ന പണിയല്ല. ആരെയും പഴിചാരരുത്. എൻ്റെ റബ്ബിൻ്റെ ഇടപെടലാണ്. എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഞാൻ ക്ഷമ കാണിക്കുമോ? അല്ലയോ ഞാൻ വിരളി വിളിക്കുമോ? എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് എന്നെ പരീക്ഷിക്കുകയാണ് എൻ്റെ റബ്ബ് എന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമാണ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇദൽ ഈമാനു ളാഅഫ ലാ അമാനു വലാ ദുന്യാ ലിമൻ യുബ്കി ദീനാ. വിശ്വാസമില്ലെങ്കിൽ എന്ത് ആത്മധൈര്യം? ആത്മധൈര്യം എന്നത് പടച്ചവനിലുള്ള ഈ മനുഷ്യൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് സന്തോഷങ്ങളിൽ, മനുഷ്യൻ്റെ വിജയങ്ങളിൽ, ആ വിജയത്തിൻ്റെ ആദ്യത്തെ പാഠമെന്ന് പറയുന്നത് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ആരാധന നമ്മൾ ശരിയാക്കുക എന്നതാണ്. രണ്ടാമത്തേത്, 30 ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തേക്ക് കിടക്കുന്നുള്ളൂ. ഇനി 28 ബാക്കിയാണ്, 29. അതുകൊണ്ട് ഉള്ളിടത്ത് വെച്ച് നിർത്തിയിട്ട് പിന്നെ ബാക്കി എവിടെയെങ്കിലും അടുത്ത ആഴ്ച നാട്ടിൽ വരുമ്പോഴെപ്പോഴും പറയാം. അടുത്ത ആഴ്ച റമളാനായല്ലേ, ഇൻഷാ അല്ലാഹ്. അസ്സആദതു അർറിളാ. സക്സസ് ഈസ് കണ്ടന്റ്മെന്റ്.
വിജയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടലാണ്, മനുഷ്യൻ്റെ കൽബ് കൊണ്ട് തൃപ്തിപ്പെടലാണ്. യുദ്ധം നടക്കാൻ പോകുമ്പോൾ, ഖൈബർ യുദ്ധം നടക്കാൻ പോകുമ്പോൾ, ആ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ജീവൻ നഷ്ടപ്പെടാനിടയുള്ള ഒരനുഭവമാണ് യുദ്ധം എന്നൊക്കെ പറയുന്നത്. അന്ന് അത്തരം സാഹചര്യങ്ങളുണ്ടായി, പ്രവാചകർക്ക് ഇടപെടേണ്ടി വന്നു, പ്രതിരോധിക്കേണ്ടി വന്നു. നമ്മളെ ചരിത്രത്തിലേക്ക് പോവുകയല്ല. ഞാനവിടെ പോയാൽ എൻ്റെ ജീവൻ എന്താകും എന്ന് പേടിച്ച്, അല്ലെങ്കിൽ ഭീരുക്കളായി മാറി നിന്ന ആളുകളോട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട് 2 വരികളിലൂടെ. അയ്യോ യൗമയ്യ മിനൽ മൗതി അഫിറു യൗമുൻ ലാ ഖുദ്ദിർ അം യൗമുൻ ഖുദ്ദിർ. ഞാൻ ഏത് ദിവസത്തെയാണ് പേടിക്കേണ്ടത്? ഇന്നത്തെ ദിവസം എൻ്റെ മരണം അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തെയാണോ പേടിക്കേണ്ടത്? ഇന്ന് ഞാൻ മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചില്ലെങ്കിൽ ആ ദിവസത്തെ ഞാൻ പേടിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഞാൻ മരിക്കുമെന്ന് പടച്ചവൻ തീരുമാനിച്ച ദിവസമാണോ ഇന്ന്? അതല്ല, മരിക്കൂല എന്നാണോ പടച്ചവൻ്റെ തീരുമാനം? ഞാൻ എന്തിനെയാ പേടിക്കേണ്ടത്? അല്ലാഹ്, ഇതൊരു വല്ലാത്ത ധൈര്യമാണ്. യൗമുൻ ലാ ഖുദ്ദിറ ലാ അർഹാബുഹു വമിനൽ മഖ്ദൂരി ലാ യൻജുൽ ഹദിർ. എനിക്കല്ലാഹു വല്ലതും സംഭവിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? പടച്ചവൻ എനിക്ക് വല്ലതും സംഭവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭയം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അത് സംഭവിക്കുമെന്ന് ഉറപ്പല്ലേ? എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ച, പടച്ചവൻ്റെ ഖളാ അള്ളാഹു തീരുമാനിച്ചെങ്കിൽ അത് നടന്നിരിക്കും, ഞാനതിന് നിന്നു കൊടുക്കുക മാത്രമാണ് റബ്ബേ. നമ്മുടെ ഈമാൻ കാര്യത്തിൽ 6-ാമത്തേത് ഇതാണ്, അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ, ബിലീവ് ഇൻ ദ ഡിവൈൻ ഡെസ്റ്റിനി ഓഫ് അല്ലാഹ്, ഗുഡ് ആൻഡ് ഈവിൽ thereof. നല്ലതും ചീത്തയും നമ്മുടെ കർമ്മങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, നമ്മൾ അനുഭവിക്കുന്നതിൽ നമുക്ക് സംഭവിക്കുന്ന നല്ലതും ചീത്തയും എല്ലാം അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചിവിടെ നടപ്പാക്കുന്നതാണ്. അതൊന്നും ഒരു റാൻഡം ആക്ഷനുകളല്ല എന്ന് പഠിപ്പിക്കുന്ന ഈമാനു ബിൽ ഖദർ. ചരിത്രത്തിലേക്ക് വരാം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ജീവിതത്തിൻ്റെ അവസാന കാലം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. അള്ളാഹു നമ്മുടെ കണ്ണിന് ആഫിയത്ത്, നമ്മുടെ ശരീരത്തിന് മുഴുവനും ആഫിയത്ത്, മരണം വരെ അള്ളാഹു നമുക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. കണ്ണ് നഷ്ടപ്പെട്ടാൽ പിന്നെ യാ അള്ളാഹ്, ഷുഗർ കൊണ്ടും മറ്റൊക്കെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ദുആരക്കാൻ പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു എല്ലാവർക്കും ആ കാഴ്ചശക്തി അള്ളാഹു അത്ഭുതകരമായി തിരിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ അമ്മാവനെന്ന് നബി തങ്ങൾ ആലങ്കാരികമായിട്ടല്ല, തങ്ങളുടെ കുടുംബ ബന്ധത്തിലും ആ വഴിയിലൂടെ വരുമ്പോൾ സഅദ് എന്നവർ നബി തങ്ങളുടെ പിതൃ സഹോദരനാണ്. മല്ലഹു അമ്മുൻ കഅമ്മി ഫഅരിനി അമ്മഹു. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ പുണ്യ നബി തങ്ങൾ പറഞ്ഞ, ആർക്കാണ് എൻ്റെ എളാപ്പയായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആർക്കാണ് ഒരു പിതൃ സഹോദരനുള്ളത്, എനിക്കൊന്ന് കാണിച്ചുതാ. സഅദ് എന്ന് പറയാം, ആ വാക്ക് മതി എനിക്ക്. എന്നെ റസൂൽ അങ്ങനൊന്ന് ആദരിച്ചില്ലേ, എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ റസൂലിൻ്റെ അമ്മാണ്. അമ്മ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരങ്ങൾക്കാണ് അമ്മ എന്ന് പറയാ. എന്നെ റസൂൽ അത് മതി എനിക്ക് എന്ന് മഹാനായ സഅദ് എന്നവർ എപ്പോഴും അതിങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചിരിക്കാറുണ്ട്. ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്ന കാലം പുണ്യ റസൂൽ എൻ്റെ നെഞ്ചിലിങ്ങനെ കൈവച്ചു, എന്നിട്ട് എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തന്നു. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. 10-15 വർഷം കഴിഞ്ഞിട്ട് സഅദ് എന്നവർ പറയാൻ, ഫവല്ലാഹി ലഅജിദു ബർദ കഫൈഹി അലാ സദരി ഹാദാ. ആ പുണ്യകരങ്ങളുടെ കയ്യിൻ്റെ തണുപ്പ് ഇന്നും എൻ്റെ നെഞ്ചിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് റളിയല്ലാഹു അൻഹു. അവരുടെ ആത്മബന്ധമാണ് ആ പറയുന്നത്. സ്വഹാബികൾ അങ്ങനെയാണ്. വെറുമൊരു ഗുരുശിഷ്യ ബന്ധം മാത്രമല്ല, അതൊരു ആത്മീയ, ഒരു സ്പിരിച്വൽ ബോണ്ടാണ്, വല്ലാത്തൊരു ബന്ധമാണത്. സഅദ് എന്നവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ കാലം. സഅദ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള മഹാനാണ്. ചോദിച്ചാൽ ഉത്തരം കിട്ടും. മുസ്തജാബ ദഅവ. ഒരാൾ വന്ന് ദുആ ചെയ്തു,
ദുആ ചെയ്യാൻ പറഞ്ഞു. സഅദ് എന്നവരെ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, എനിക്കൊന്ന് ദുആ ചെയ്തു തരുമോ? സഅദ് എന്നവർ ദുആ ചെയ്തു കൊടുത്തു. അദ്ദേഹം നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരു സ്വഹാബിയുടെ കറാമത്താണത്. ഇതൊന്നും ഡിങ്കം കഥയല്ല. മുസ്ലിമീങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമില്ലല്ലോ. അല്ലാത്തവനോ ഡിങ്കനും അയവയ്ക്കായിരിക്കും. ഒരു വഴിക്ക് പോയിക്കോട്ടെ. അമ്പിയാക്കളുടെ മുഅ്ജിസത്തും ഔലിയാഇൻ്റെ കറാമത്തുകളും അത് ഉള്ളതാണ്. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമ്പോൾ പ്രയാസമുള്ളൂ. ഇതുള്ളതാണ്. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി അവിടെ നിന്ന് നടന്നുപോയി. അപ്പോൾ ആ പിതാവിൻ്റെ കൈപിടിച്ച് വന്ന മോൻ ചോദിച്ചു, സഅദേ, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച കിട്ടാൻ നിങ്ങൾക്കൊന്ന് ദ്വാരുന്നൂടെ എന്ന് ചോദിച്ചു. വന്ന ഒരാൾക്ക് വേണ്ടി ദ്വാരുന്നപ്പോൾ കാഴ്ച കിട്ടിയില്ലേ, നിങ്ങൾക്ക് ദുആ ചെയ്തൂടെ എന്ന്. ഈ സഅദ് എന്നവർ ആരാന്നറിയോ? സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഹബീബ് പറഞ്ഞ 10 പേരുടെ പേരെടുത്ത് പറഞ്ഞതിൽ ഒരാളാണ് ഈ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد بن وقاص سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഖളാഉല്ലാഹി അഹ്സനു ഇൻദി മിൻ ബസ്വരി. എൻ്റെ റബ്ബ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഖളായിൽ തൃപ്തിപ്പെടുന്നതാണ് മോനെ. ആ കണ്ണ് തിരിച്ചു തരണമെന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ സഅദ് ഇഷ്ടപ്പെടുന്നത് എന്ന് ആ പിഞ്ചുമോനോട് മറുപടി പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു